السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ. നമ്മൾ കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ചെയ്തത് 108-ാമത്തെ ആയത്താണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് 109 മുതൽ 112 വരെ. ഒരുപാടുണ്ടെന്ന് വിചാരിക്കണ്ട. കോൺസെപ്റ്റ് അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ലെസൺസ് കണക്റ്റഡ് ആണ്. എല്ലാത്തിൽ നിന്നും ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയേണ്ടത്. എന്നാൽ സുബ്ഹാനല്ലാഹ് നമ്മളെ ജീവിതവുമായിട്ട് അത്രയ്ക്ക് കണക്റ്റഡ് ആയിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ദിവസം എന്ന് പറയുന്ന പോലെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നൊക്കെ ഡയറക്റ്റ്. കാരണം ഇത്രയുമുള്ള കാലത്തെ ആയത്തുകളിൽ നമ്മൾ കണ്ടത് ബനു ഇസ്രായേലിന്റെ അടുത്ത് പറയുന്നതിൽ നിന്നുള്ള ലെസൺസ് ആയിരുന്നു. ഇതൊക്കെ ഓൾമോസ്റ്റ് നമ്മളോട് സത്യവിശ്വാസികളുടെ അടുത്ത് നേരിട്ട് പറയുന്ന പോലെയുള്ള കാര്യങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ. ഇങ്ങനെ ജീവിതത്തിനെ ഹാൻഡിൽ ചെയ്യാന്നുള്ള എല്ലാ ടിപ്സും അല്ലെ നമ്മൾ മുമ്പ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലെ. അള്ളാഹു ആണ് മാനുഫാക്ചറർ. നമ്മൾ അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഏതൊരു പ്രൊഡക്റ്റിന്റെയും കൂടെ ഒരു മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ വരും, അതിനെ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, ഈ ഓരോ ആയത്തുകളിലും ഓരോ വാക്കുകളിലും ശരിക്കും നമ്മൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം അല്ലേ, അതിന്റെ ഏതൊക്കെ ബട്ടൺ എന്തിനൊക്കെ ഉള്ളതാണ്, ഇന്ന പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, ഇന്നതായി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, ആരെയാ വിളിക്കേണ്ടത് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അല്ലെ, എത്ര കാലമാണ് ഓരോ പാർട്സിന്റെ വാറണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ മാനുവലിൽ ഉണ്ടാവുക. അതുപോലെ സുബ്ഹാനല്ലാഹ് നമ്മളാകുന്ന പ്രോഡക്റ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, നമ്മൾക്ക് ഓരോ പ്രശ്നം ഫേസ് ചെയ്യുമ്പം എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും സുബ്ഹാനല്ലാഹ് ഇതിനകത്തുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലാത്തതിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്തതിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ആയത്തുകളിലേക്ക് നമുക്ക് പോവാം. 109 മുതൽ 112 വരെയുള്ള 109-ാമത്തെ ആയത്ത്. ود كثير من أهل الكتاب لو يردونكم من بعد إيمانكم كفارا حسدا من عند أنفسهم من بعد ما تبين لهم الحق فاعفوا واصفحوا حتى يأتي الله بأمره إن الله على كل شيء قدير. നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം നിങ്ങളെ അവിശ്വാസികളാക്കി മാറ്റിയെടുക്കുവാനാണ് വേദക്കാരിൽ മിക്കവരും ആഗ്രഹിക്കുന്നത്. സത്യം വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടും സ്വാർത്ഥപരമായ അസൂയ നിമിത്തമാണ് അവർ ആ നിലപാട് സ്വീകരിക്കുന്നത്. എന്നാൽ അവരുടെ കാര്യത്തിൽ അള്ളാഹു അവന്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക. നിസ്സംശയം അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവൻ അത്രേ. വാക്കർത്ഥം നോക്കാം. വദ്ദ ആഗ്രഹിച്ചു. ഓക്കെ, വാവ് ദാൽ ദാൽ. കസീറൻ അധിക പേരും, മിൻ അഹ്ലൽ കിതാബി വേദക്കാരിൽ നിന്ന്, അഹ്ലൽ കിതാബിൽ നിന്ന്. ലൗ യറുദ്ദൂനക്കും, യറുദ്ദൂനക്കും റോ ദാൽ ദാൽ റദ്ദ, അതായത് ടേൺ ബാക്ക്, അതായത് പഴയതിലേക്ക് അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുപോവുക, മാറ്റുക എന്നൊക്കെ അർത്ഥം. മിം ബഅദി ശേഷം. അപ്പം ഇതിനു മുമ്പ് പറഞ്ഞതിൽ ലൗ എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നാണ്. യറുദ്ദൂന കും, ഓക്കെ, യറുദ്ദൂന എന്ന് പറയുന്നത് മുദാരി ഫോം ആണ്, അവർ എന്നാണ്, അവർ മാറ്റി, കും നിങ്ങളെ. അപ്പം ലൗ യറുദ്ദൂനക്കും അവർ നിങ്ങളെ മാറ്റിയെങ്കിൽ അല്ലെങ്കിൽ അവർ നിങ്ങളെ പഴയതുപോലെ ആക്കിയെങ്കിൽ. മിം ബഅദി ശേഷം, ഈമാനിക്കും നിങ്ങളുടെ സത്യവിശ്വാസത്തിന്റെ, കുഫാറൻ സത്യനിഷേധികളായിട്ട്, ഹസദൻ അസൂയ കാരണത്താൽ, മിൻ ഇൻദി അൻഫുസിഹിം അവരുടെ സ്വന്തങ്ങളിൽ നിന്ന് തന്നെ ഉള്ള. ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റണം. ഓക്കെ, ഇനി മെല്ലെ മെല്ലെ ഈ സ്പ്ലിറ്റിംഗ് ഒക്കെ നിർത്തും. സുബ്ഹാനല്ലാഹ്, ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. ഇപ്പം മിൻ ഇൻദി അൻഫുസിഹിം എന്ന് കണ്ടു കഴിഞ്ഞാൽ മിൻ പ്ലസ് ഇൻദി പ്ലസ് അൻഫുസ് പ്ലസ് ഹിം എന്ന് എഴുതാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് നിങ്ങൾ എത്തിയെന്ന് വിശ്വസിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മെല്ലെ മെല്ലെ നമ്മളിത് നിർത്തും. ഓക്കെ, അപ്പം നിങ്ങൾ തന്നെ ഒരു ആയത്ത് കാണുമ്പം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പീസ് വേർഡ് കാണുമ്പം അതിന്റെ മീനിങ് കാണുമ്പം അതിന് സ്പ്ലിറ്റ് ചെയ്ത് അതിന്റെ ഓരോ പാർട്സും എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ. ഇപ്പൊ ഇതിനകത്ത് മിൻ എന്താണെന്നറിയാം, ഇൻദി എന്താണെന്നറിയാം അല്ലെ, അൻഫുസ് എന്താന്ന് പറയാം. അൻഫുസ് എന്ന് പറഞ്ഞാൽ നഫ്സിന്റെ പ്ലൂറൽ ആണ്. ഹിം എന്ന് പറയുന്നത് അറ്റാച്ച്ഡ് പ്രൊനൗൺ ആണ് അല്ലെ, നമീർ മുത്തസിലാണ്. ഹിം എന്ന് പറഞ്ഞാൽ അവരുടെ എന്നാണ്
ഹും അല്ലെങ്കിൽ ഹിമ്മാണ് വരെ. എന്തുകൊണ്ട് അത് ഹിമ്മായി? സി അംഫുസി ആയതുകൊണ്ട് അല്ലെ, അവിടെ കെസ്ര വന്നത് കൊണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. മെല്ലെ മെല്ലെ നിങ്ങൾ പോകെ പോകെ ഓരോന്ന് കാണുമ്പം സ്വന്തമായിട്ട് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് അർത്ഥം പറയാൻ വേണ്ടി ശ്രമിച്ചു നോക്കാം. ഈവൻ അർത്ഥങ്ങളും നമ്മൾ ഒരുമാതിരി ഇപ്പം ഓരോ ആയത്തെടുക്കുമ്പോഴും 98% റൂട്ട് ലെറ്റേഴ്സും നമുക്ക് അറിയാവുന്നതാണ്. ഒന്നോ ഏറി വന്ന രണ്ടോ പുതിയ റൂട്ടേ ഉണ്ടാവുന്നുള്ളൂ അല്ലെ, മാഷാ അല്ലാ. അപ്പം എല്ലാവരും സ്വയം ശ്രമിക്കുക. കാരണം നമ്മൾ ശ്രമിക്കുമ്പോഴേ എന്തിനും റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മുടെ വായിലേക്ക് കോരി വെച്ച് തരുന്നതിന് റിസൾട്ട് കിട്ടൂല. അപ്പൊ എല്ലാം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. മിൻ ഇൻദി അൻഫുസിഹിം, അവരുടെ സ്വന്തങ്ങളിൽ നിന്ന് തന്നെയുള്ള. മിൻ ബഅദി, ശേഷം. മാ തബയ്യന ബയാനൂൻ. ഓക്കെ, ബയാൻ, ബയ്യിന എന്നൊക്കെയുള്ള വാക്ക് ഇതിൽ നിന്ന് തന്നെയാണ്. വ്യക്തമായതിന് ലഹും, അവർക്ക്. അൽ ഹഖ്, സത്യം. ഓക്കെ, സത്യം അവർക്ക് വ്യക്തമായതിന് ശേഷം. ഫഅഫു, അതുകൊണ്ട് നിങ്ങൾ പുറത്തു കൊടുക്കുക, നിങ്ങൾ മാപ്പ് നൽകുക. വസ്ഫഹു, നിങ്ങൾ തിരിഞ്ഞു കളയുകയും ചെയ്യുക. ഇതൊരു പുതിയ റൂട്ടാണ്. സ്വാദ് ഫ ഹ. മീനിങ്സ് ഒക്കെ നമുക്ക് കാണാം. അഫുവും വസ്ഫഹും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നൊക്കെ നമുക്ക് തഫ്സീറിൽ കാണാം ഇൻഷാ അല്ലാഹ്. ഹത്ത യഅതി, വരുന്നത് വരെ. ഹത്ത എന്ന് പറഞ്ഞാൽ വരെ എന്നാണ്, ഏതെങ്കിലും ഒരു കാര്യം വരെ. നമ്മൾ മുമ്പും പല ആയത്തുകളിൽ ഇത് കണ്ടിട്ടുണ്ട്. ഹത്ത യഅതി, വരുന്നത് വരെ. അള്ളാഹു ബി അംരിഹി, അവന്റെ കൽപ്പനയും കൊണ്ട്. യഅതി ബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. ഓക്കെ, യഅതി എന്ന് പറഞ്ഞാൽ വരികയാണ്. ഓക്കെ, യഅതി ബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. അപ്പൊ അള്ളാഹു അവന്റെ കൽപ്പനയും കൊണ്ടുവരുന്നത് വരെ. ഇന്ന, നിശ്ചയമായും. അള്ളാഹു അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും. ഖദീർ, കഴിവുള്ളവനാണ്. ഖാഫ് ദാൽ റ, കുറേ പ്രാവശ്യം ഇപ്പം ഈ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഒന്നുകൊണ്ടും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഇൻഷാ അല്ലാഹ് തഫ്സീറിലേക്ക് പോവാം. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി, അഹ്ലുൽ കിതാബിൽ നിന്ന്, കിതാബിന്റെ ആളുകളിൽ നിന്ന് പലരും, ധാരാളം ആളുകൾ അവര് ആഗ്രഹിക്കുന്നുണ്ട്. വദ്ദ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അവരെന്താണ് ആഗ്രഹിക്കുന്നത്? ലൗ യറുദ്ദൂനകും, അവർക്ക് അല്ലെങ്കിൽ പഴയതുപോലെ ആക്കാൻ, പഴയതിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ. ഓക്കെ, നിങ്ങളെ തിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. യറുദ്ദൂന, റോ ദാൽ റദ്ദ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക, തിരിച്ച് ഇല്ലാണ്ടാക്കുക എന്നൊക്കെ അർത്ഥം. റിദ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അപ്പോസ്റ്റസി അല്ലെങ്കിൽ അവിശ്വാസം. ഒരാൾ മുസ്ലിം ആയിരുന്നു, പിന്നെ ഇസ്ലാം വിട്ടുകളയാം. ഓക്കെ, മുർത്തദ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ തിരിഞ്ഞു കളയുന്നതിന് അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വന്നിട്ട് മാറിക്കളഞ്ഞ് അതിൽ നിന്ന് ഒഴിവായി പോകുന്നതിനാണ് റിദ്ദ എന്നൊക്കെ പറയുന്നത്. റിദ്ദ, മുർത്തദ്. അപ്പം യറുദ്ദൂന, അപ്പം അഹ്ലുൽ കിതാബിൽ അധിക പേരും ആഗ്രഹിക്കുന്നുണ്ട്. എന്ത്? നിങ്ങൾ തിരിച്ച് വിശ്വാസി അല്ലാതായിരുന്നെങ്കിൽ, ഇസ്ലാം അല്ലാതായിരുന്നെങ്കിൽ. അപ്പം റിദ്ദ അല്ലെങ്കിൽ റദ്ദ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെങ്കിലും പഴയ അവസ്ഥയിലേക്ക് ആകുക. ഒരാൾ മുസ്ലിം ആയിരുന്നു, ഇസ്ലാം സ്വീകരിച്ചിരുന്നു, പിന്നെ ഇസ്ലാമിന് വിട്ടുകളയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം അവരിൽ അധിക പേരും ആഗ്രഹിച്ചിരുന്നു നിങ്ങൾ തിരിച്ചു മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ. മിംബഅദി ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിന് ശേഷം, അത് നിങ്ങൾ വിശ്വസിച്ചതിന് ശേഷം നിങ്ങളെ മാറ്റാൻ വേണ്ടി അവരിൽ അധിക പേരും ആഗ്രഹിച്ചിരുന്നു. കുഫാറൻ, എന്തായിട്ട്? നിങ്ങളെ സത്യനിഷേധികൾ ആക്കാനായിട്ട് അല്ലെ. നിങ്ങൾ ഈ വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ സത്യനിഷേധികളാക്കാൻ വേണ്ടി അവരിൽ അധിക പേരും വദ്ദ, ആഗ്രഹിച്ചു അല്ലെ. കുഫാർ, കാഫറിന്റെ പ്ലൂറലും. നിങ്ങൾ മുസ്ലിം ആയിരുന്നില്ലെങ്കിൽ, നിങ്ങൾ ഇസ്ലാമിനെ വിട്ടിരുന്നെങ്കിൽ അല്ലെ, ഇനി ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു സംഭവമേ ഇല്ലായിരുന്നെങ്കിൽ. സുബ്ഹാനല്ലാഹ് അല്ലെ, അവർക്ക് അത്രയും വെറുപ്പുള്ള ഒരു കാര്യമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അല്ലെ. മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു വിഭാഗമേ ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഖുർആൻ എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥമേ ഉണ്ടായിരുന്നില്ല എങ്കിൽ അല്ലെ, ശരിയ എന്ന് പറയുന്ന ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ, അത്രയ്ക്ക് വെറുപ്പാണ് അവർക്ക് നിങ്ങളുടെ മതത്തോട്. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനിക്കും കുഫാറ. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. ഈവൻ മുശ്രിക്കീങ്ങളായിട്ടുള്ള, അതായത് പലതരത്തിലുള്ള ഐഡോൾസിനെ, വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നവരും പോലും എന്താണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരുന്നു. ഇത് അവർക്ക് വലിയൊരു പ്രോബ്ലം ആയിരുന്നു. ആർക്ക്? ഇസ്ലാമിനെ ഇഷ്ടമില്ലാത്തവർക്ക് അല്ലെ. പ്രത്യേകിച്ച് ഇപ്പൊ ആ കാലത്തെ യഹൂദികൾ തന്നെ പറയുകയാണെങ്കിൽ, മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദികൾ, അവർക്ക് ഇസ്ലാമിനെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തീരെ ഇഷ്ടമായിരുന്നില്ല. മെയിനായിട്ട് അവരുടെ പ്രശ്നം തന്നെ അതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത് അത് സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടമല്ല, ഇസ്ലാമും ഇഷ്ടമല്ല, ഖുർആനും ഇഷ്ടമല്ല അല്ലെ, മുസ്ലിങ്ങളെ ഇഷ്ടമല്ല.
ഈവൻ അവര് ശരിക്കും ആ സമയത്തെ വിശ്വാസികളായിരുന്നു യഹൂദികൾ, അല്ലെ? അള്ളാഹുൽ വിശ്വസിച്ചവരായിരുന്നു. അവര് അതുവരെയുള്ള പ്രവാചകന്മാരിൽ വിശ്വസിച്ചവരായിരുന്നു, അന്ത്യദിനത്തിൽ വിശ്വസിച്ചവരായിരുന്നു. അപ്പം ശരിക്കും അവരും എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു കഴിഞ്ഞാൽ വിശ്വാസികളാകേണ്ട ആൾക്കാരാണ്, അല്ലെ? പക്ഷെ ഇവരുടെ ഈ ഒരു പ്രശ്നം കാരണം അവര് എന്തായി, ആ സമയത്തെ വിശ്വാസികൾ എന്നുള്ള ലേബലിൽ നിന്ന് അവര് മാറി, അല്ലെ? അവര് യഥാർത്ഥ രീതിയിൽ വിശ്വാസികളാണെങ്കിൽ അവർക്ക് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെ ഇഷ്ടപ്പെടുകയാണ് വേണ്ടത്, അല്ലെ? മറ്റുള്ളവർ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്നത്, തൗഹീദ് മാത്രം ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടുക ചെയ്യേണ്ടത്. ഈവൻ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവര് ഒക്കെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുകയാണ് ശരിക്കും വേണ്ടത്. പക്ഷേ അവരുടെ അസൂയ കാരണം, അല്ലെ, അവർക്ക് അതിന് പറ്റിയില്ല. അവർക്ക് ഇസ്ലാമിനോടുള്ള വെറുപ്പ് കാരണം മുമ്പ് വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്ന മുശ്രിക്കുകൾ പോലും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് നന്മയെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്തുകൊണ്ട്? അവർ ഇസ്ലാമിനെ അത്രക്ക് വെറുത്തിരുന്നു. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറാ. അതായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. അവർക്ക് മുസ്ലിംസിനെ ഇഷ്ടമല്ല, ഇസ്ലാമിനെ ഇഷ്ടമല്ല. അള്ളാഹു പറയാണ്, എന്താണ് ഇതിന്റെ കാരണം? ഹസദൻ, അവരുടെ അസൂയ. ഹ സീൻ ദാൽ. ഓക്കെ, ഹസദ് എവിടെ നിന്നാണ്? മിൻ ഐന്ദി അൻഫുസിഹിം, അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ, അവരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ വരുന്ന അസൂയ, അല്ലെ? അസൂയ, ഹസദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒന്ന് ആഗ്രഹിക്കുക, അതായത് വേറെ ഒരാൾക്ക് ഉള്ള അനുഗ്രഹം അയാളിൽ നിന്ന് എടുക്കപ്പെടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കല്ല, വേറൊരാൾക്ക് ഉള്ള അനുഗ്രഹം അയാളിൽ നിന്ന് എടുക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുക, അയാൾക്ക് അത് ഇല്ലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുക. അതാണ് ഹസദ്. നമുക്ക് വേണ്ട എന്തെങ്കിലും ഒരു കാര്യം വേറൊരാൾക്ക് ഉണ്ടായി കാണുമ്പോൾ ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവേ, നീ അവർക്ക് കൊടുത്തു, നീ എനിക്കും കൊടുത്ത, അല്ലെ? അള്ളാഹ്ക്ക് തരാൻ പറ്റാത്തതൊന്നുമില്ല, അല്ലെ? അള്ളാഹിന്റെ ഖജനാവ് ഒരിക്കലും കാലിയല്ല. അള്ളാഹ്, നീ അവർക്ക് കൊടുത്തല്ലോ, നീ എനിക്കും താ എന്നാണ് പറയേണ്ടത്. പക്ഷേ ഇവിടെ ഹസദ് എന്ന് പറയുമ്പോൾ അവർക്കുള്ളത് നഷ്ടപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുക, അല്ലെ? വേറൊരാൾക്ക് നല്ല വീട്, അതൊന്നും നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ, അല്ലെ? എനിക്കില്ലാത്തത് അവർക്ക് വേണ്ട, എനിക്ക് സന്തോഷമില്ലെങ്കിൽ അവർക്കും സന്തോഷം വേണ്ട, അവരുടെ സന്തോഷം നമുക്ക് കാണാം അതൊക്കെ ഇല്ലാണ്ടാവുന്നത്, അല്ലെ? അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ തന്നെ കേൾക്കാറുണ്ട്, നമ്മുടെ ചെവി കൊണ്ട് കേൾക്കാറുണ്ട്. നമുക്കില്ലാത്ത എന്തെങ്കിലും അവർക്കുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് അവർക്കത് നഷ്ടപ്പെട്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുക. ഇതാണ് ഹസദ്. ഓക്കെ, വേറൊരാൾക്ക് ഒരു നിഅമത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇല്ലാതാകാൻ വേണ്ടി ആഗ്രഹിക്കുക. അപ്പം ഇതേപോലെ അഹ്ലുൽ കിതാബ് അവര് മുസ്ലിങ്ങളോട് ഭയങ്കര ഹസദ് ഉള്ള ആൾക്കാരായിരുന്നു. കാരണം മുസ്ലിങ്ങൾക്ക് എന്ത് ബ്ലെസ്സിങ്, എന്ത് അനുഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്? ഈമാൻ, അല്ലെ? ഇസ്ലാമിന്റെ അനുഗ്രഹം, അവസാനത്തെ പ്രവാചകൻ, അവസാനത്തെ ഗ്രന്ഥം, അതിനുശേഷം ഒരു പ്രവാചകനോ ഒരു ഗ്രന്ഥമോ ഒരു ശരീഅത്തോ ഒന്നും വരാനില്ല, അല്ലെ? അപ്പം ഇവർക്ക് കടുത്ത അസൂയായിരുന്നു. അവർക്ക് അത് അവര് മുസ്ലിങ്ങളിൽ നിന്ന് എടുത്തു കളയപ്പെടാൻ വേണ്ടി അവര് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് എന്താ പറയുന്നത്? ലൗ യുർദൂനക്കും, നിങ്ങൾക്ക് ഈമാൻ കിട്ടിയതിന് ശേഷം നിങ്ങളിൽ നിന്ന് അത് എടുക്കപ്പെടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് അവര്. അതിന്റെ കാരണം എന്താണ്? ഹസദൻ, അസൂയ. മിൻ ഐന്ദി അൻഫുസികും വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറാൻ ഹസദൻ മിൻ ഐന്ദി അൻഫുസിഹിം. എന്നാലോ ഇത് അവരുടെ അന്ധത കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ഒന്നും അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മിൻ ബഅദി, ശേഷം, മാ തബയ്യന ലഹുമുൽ ഹഖ്, സത്യം തെളിവായതിനു ശേഷമാണ്, വ്യക്തമായതിനു ശേഷമാണ്. തബയ്യന, ബയനൂൻ, ബയാൻ, ബയ്യന എന്നൊക്കെയുള്ള വാക്ക് നമുക്കറിയാം. എന്തെങ്കിലും ഒരു കാര്യം ക്ലിയർ ആവുക, വ്യക്തമാവുക. അൽ ഹഖ്, സത്യം, അല്ലേ? അപ്പം സത്യം വ്യക്തമായിട്ട് അവരുടെ മുന്നിൽ ക്ലിയർ ആയതിനു ശേഷമാണ്. അവർക്കറിയാം ഇതാണ് അവസാനത്തെ പ്രവാചകൻ, അവർക്കറിയാം ഇതാണ് അവസാനത്തെ ഗ്രന്ഥം, അവർക്കറിയാം ഇത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം ഹക്ക് അവർക്ക് അറിയായിരുന്നു, അല്ലെ? നമ്മൾ മുമ്പ് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഹും. അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരുടെ സ്വന്തം മക്കളെ തിരിച്ചറിയുന്നത് പോലെ അവർക്ക് തിരിച്ചറിയാമായിരുന്നു. അപ്പം അള്ളാഹു ഇവിടെ പറയാണ്, മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ്. അപ്പം അതാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അവരിൽ അധിക പേരും ഇത് ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും ക്ലിയർ ആയിട്ട് അവർക്ക് അറിഞ്ഞിട്ട് പോലും അവരുടെ അസൂയ കാരണം നിങ്ങളിൽ നിന്ന് ഇത് എടുക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മളെടുത്ത്
ആർക്കെങ്കിലും നമ്മളെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് നമ്മളുടെ ദീൻ ഇഷ്ടമില്ലാണ്ട ആവുന്ന അല്ലെ, നമ്മളുടെ ദീനിനോട് വെറുപ്പ്, അത് അമുസ്ലിം തന്നെ ആയിക്കൊള്ളണമെന്നില്ല, മുസ്ലിങ്ങളാവാം, ഇനി വീട്ടിന്റെ പുറത്തുള്ളവരോ കുടുംബത്തിന്റെ പുറത്തുള്ളവരോ നാടിന്റെ പുറത്തുള്ളവരോ ആയിക്കൊള്ളണമെന്നില്ല, നമ്മുടെ മഹല്ലിൽ തന്നെ, നമ്മുടെ കൗമിൽ തന്നെ, നമ്മുടെ കുടുംബത്തിൽ തന്നെ, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ആളുകൾക്ക് നമ്മളുടെ ദീൻ ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാം അല്ലെ. നമ്മളുടെ ദീൻ കാരണം നമ്മളോട് വെറുപ്പുള്ള സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടാവാം. നമ്മളെ അതിന്റെ പേരിൽ മാറ്റി നിർത്തുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ, നമ്മുടെ വിശ്വാസത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹിജാബിന്, നമ്മുടെ വസ്ത്രധാരണത്തിന്റെ പേരിൽ, നമ്മുടെ ഐഡിയോളജി, കാരണം നമ്മൾ കുറെ അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഇവരത് എന്ത് ദീനാത് അല്ലെ, ഇവിടെ എവിടെയും കാണാത്തൊരു ദീന എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വെറുക്കുന്ന സാഹചര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവാം അല്ലെ. അവർക്ക് നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് എന്താകണം, യറുദ്ദൂനക്കും അല്ലെ, അവർ മാറാൻ വേണ്ടി അവർ ആഗ്രഹിക്കുകയാണ്, നമ്മൾ അതിൽ നിൽക്കണ്ട എന്നുള്ളത്. ജനറലി ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പം നമ്മൾ എന്താ ചെയ്യാ, നമ്മൾ മാക്സിമം നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കും അല്ലെ, നമ്മൾ ശരിയാണെന്ന് നമ്മൾ വരുത്തി തീർക്കാൻ നോക്കും, അല്ലെങ്കിൽ അവരൊന്നും കൂടെ അസൂയപ്പെടുത്താൻ നോക്കും അല്ലെ. നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും തുറന്ന് കാണിച്ചിട്ട് കണ്ടോ കണ്ടോ എന്നുള്ള രീതിയിൽ വീണ്ടും വീണ്ടും നമ്മൾ, അതല്ലേ നമ്മൾ സാധാരണ ചെയ്യുക. അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മളുടെ ദീൻ കാരണം നമ്മളോട് വെറുപ്പുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ദീനിന്റെ പേരിൽ പരിഹസിച്ച് പുച്ഛിച്ച് നമ്മളെ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് എടുക്കുന്ന സ്റ്റെപ്പുകൾ ഇതാ. ഒന്നെങ്കിൽ നമ്മളെ ഡിഫെൻഡ് ചെയ്തിട്ട് നമ്മൾ ശരിയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ പേരിൽ നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ അവരുടെ മുമ്പിൽ എടുത്തെടുത്ത് കാണിക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലെ. നമ്മളുടെ ആഗ്രഹം എല്ലാവരും അവരെ വെറുക്കണം, എല്ലാവരും അവരിൽ നിന്ന് മാറി നിൽക്കണം, നമ്മളോട് അടുക്കണം അല്ലെ. നമ്മൾ ചില സമയത്ത് അവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്യും ദീനിന്റെ പേരിൽ പറഞ്ഞിട്ട്, ചില സമയത്ത് നമ്മൾ അവരെ കൺഫ്രണ്ട് ചെയ്ത് ആർഗ്യൂ ചെയ്യും അല്ലെ, വാദിച്ച് ജയിക്കാൻ വേണ്ടി ശ്രമിക്കും, ഇതാണ് ശരി അല്ലെ. സുബ്ഹാനല്ലാഹ്. ചിലപ്പം അവരിപ്പം നമ്മളെ ഹിജാബിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പ്രശ്നം, ഞാനല്ലേ ഇടുന്നത്, നിങ്ങൾ ഇടുന്ന ഡ്രസ്സിന് എനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ. അത്തരത്തിലുള്ള സംസാരങ്ങളും ആർഗ്യുമെന്റ്സും ഒക്കെ നമ്മളുടെ വായിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. ഇത് മുസ്ലിങ്ങളാണെങ്കിലും നമ്മളുടെ തന്നെ കൗമ, നമ്മളെ തന്നെ വീട്ടിൽ, നമ്മുടെ തന്നെ കുടുംബത്തിലുള്ള ആളുകളാണെങ്കിലും ഇങ്ങനെയൊക്കെ നമ്മൾ എന്താണ് സ്റ്റെപ്പുകൾ എടുക്കാറുണ്ട്. ഇതാണ് നമ്മൾ ജനറലി എടുക്കുന്ന സ്റ്റെപ്പുകൾ അല്ലെ. നമുക്ക് ഇതുപോലെയുള്ള ഡയലോഗുകളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, അവരുടെ അത്തരത്തിലുള്ള നോട്ടത്തിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമന്റിന് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ഒരു സന്തോഷം നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരിഹാരം ഇവിടെ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പരിഹാരം ഇവിടെ പറയുന്നുണ്ട്. ശരിക്കും ഇത്തരത്തിൽ ആളുകൾ നമ്മളെ അടുത്ത് പ്രതികരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നമ്മളോട് ദീനിനെ പരിഹസിച്ചുകൊണ്ട് താഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നത് പലപ്പോഴും അവരുടെ അറിവില്ലായ്മയായിരിക്കും അല്ലെ. അപ്പം അറിവില്ലായ്മയുടെ പേരിൽ അവർ അത്തരത്തിൽ ചെയ്യുമ്പോൾ, അറിവില്ലായ്മ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ഓർക്ക് അറിയൂലേ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന്. പക്ഷേ ആ അറിവിന് തന്നെ ഒരുപാട് ലെവലുകൾ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. ഇപ്പം നമ്മൾ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് അറിയുന്നത് തന്നെയാണ്, ഇങ്ങനെയാണ് അല്ലെ, ഇതാണ് ശരി നമുക്ക് അറിയുന്നതാണ്. പക്ഷെ അതിന്റെ ഡെപ്ത് മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന ഒരു ബ്യൂട്ടി ഉണ്ട്, അതിന്റെ ഡെപ്ത് മനസ്സിലാക്കുമ്പോൾ കിട്ടും, അത് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന ഒരു എളുപ്പമുണ്ട് അല്ലെ. നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ ആ കാര്യം ചെയ്യാൻ കിട്ടുന്ന ഒരു എളുപ്പമുണ്ട്, അത് ഒരു പക്ഷേ ഈ മാറി നിന്ന് കമന്റ് ചെയ്യുന്നവർക്ക് കിട്ടുന്നുണ്ടാവില്ല അല്ലെ. അതുകൊണ്ട് എന്തുകൊണ്ടും സുബ്ഹാനല്ലാഹ്, നമ്മളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർ അറിവിന്റെ ലെവലിൽ ഒരുപടി താഴെയാണ്. നമ്മൾ വിചാരിക്കും ഓർക്ക് അറിയില്ലേ, ഒരെന്തിനാ ഇങ്ങനെ പറയുന്നത് എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഓരോ കാര്യത്തിലും അതിന്റെ ഡെപ്ത് അടുത്തടുത്ത ലെവലിലുള്ള ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ, ഈവൻ ഖുർആനിൽ ഒരു ആയത്ത് വെച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ഭംഗി, അതിനോട് ഉണ്ടാവുന്ന ഒരു ഇഷ്ടം, അത് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ഒരു എളുപ്പം, അത് അവർക്ക് കിട്ടിയിട്ടില്ല അല്ലെ. അപ്പൊ എന്തുകൊണ്ട് അവർ അറിവില് നമ്മളുടെ ഒരു പടി താഴെയാണ്. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് ഇതുപോലെ ഹാർഷായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്, അത് ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാദിച്ച് ജയിക്കുമ്പം അവര് ഇസ്ലാമിലേക്ക് ഒരു തരത്തിലും തിരിഞ്ഞു നിൽക്കാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായേക്കാം. സുബ്ഹാനല്ലാഹ്. അപ്പം പലപ്പോഴും ഇത്തരത്തില് നമ്മളടുത്ത ആളുകൾ പെരുമാറുന്നത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് തന്നെയായിരിക്കും. നമ്മൾ എത്ര ഓർക്കറിയാലോ എന്ന് പറഞ്ഞാലും അവർക്ക് ആ ഒരു ലെവലുള്ള അറിവ് എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെ ഈ ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ് അല്ലേ, അവർക്ക് അറിഞ്ഞതിന് ശേഷം എന്നാ പറയുന്നത്. കാരണം ജൂതന്മാര് ആ സമയത്ത്, അല്ലെങ്കിൽ അഹ്ലുൽ കിതാബ് ആ സമയത്ത്, അല്ലെങ്കിൽ എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒപ്പോസ് ചെയ്തിരുന്നത് അവർക്ക് സത്യം അവർക്ക് വെളിവായതിന് ശേഷമാണ് അല്ലെ, അതിന് ശേഷമാണ്. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് നമ്മളുടെ സാഹചര്യത്തിൽ അവർക്ക് പലർക്കും അറിവില്ലാത്തത് കൊണ്ടാണ്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന സൊല്യൂഷൻ എന്താന്ന് വെച്ചാല് ഫഅഫു വസ്ഫഹു, നിങ്ങൾ പുറത്തു കൊടുക്കുക, നിങ്ങൾ മാപ്പ് നൽകുക, നിങ്ങൾ മറന്നു കളയുക. അവര് എന്താ ചെയ്യുന്നതെന്ന് ഇഗ്നോർ ചെയ്യുക, ഓക്കെ, കണ്ടില്ലെന്ന് നടിക്കുക.
കാരണം അവർക്കൊന്നും എന്താണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നൊന്നും അവർക്ക് അറിയൂല അല്ലേ. നിങ്ങൾ ഇനി അവരോട് ഫൈറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാലും, നിങ്ങൾ ഇനി അവരോട് ആർഗ്യൂ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാലും എവിടെ എത്താൻ പോണില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ജസ്റ്റ് ബി പേഷ്യന്റ്, ക്ഷമ കാണിക്ക്, പുറത്തു കൊടുക്ക്, ഇഗ്നോർ ചെയ്യുക. ഓക്കെ, അവരെ കണ്ടില്ലെന്ന് അടിച്ചേക്ക്, അവഗണിച്ചേക്ക്. സുബ്ഹാനല്ലാഹ്. അവരുടെ പ്രവൃത്തികളെ അവഗണിച്ചേക്ക്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രതിഫലം ഉറപ്പിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പം ഫഅഫു വസ്ഫഹു. ഫഅഫു ഐൻ ഫ വൗ അഫ് അല്ലേ. അഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പുറത്തു കൊടുക്കലാണ്. വസ്ഫഹു സ്വാദ് ഫ ഹ. വസ്ഫഹു എന്താണ്, സ്വഹ് എന്ന് പറയുന്നതും പുറത്തു കൊടുക്കലാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ, അഫും സ്വഹും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, അഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ശിക്ഷിക്കാതിരിക്കുന്ന രീതിയിൽ ഓക്കെ പുറത്തു കൊടുക്കുക. ഒരു തരത്തിലും അവർ അതിന്റെ പേരിൽ, അവർ ചെയ്ത തെറ്റിന്റെ പേരിൽ ശിക്ഷിക്കാത്ത രീതിയിൽ പുറത്തു കൊടുക്കുക. സ്വഹ് എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് തിരിഞ്ഞു കളയാം, കംപ്ലീറ്റ് ആയിട്ട് അവരെ ഇഗ്നോർ ചെയ്യാം. ഓക്കെ, അതാണ് അഫും സ്വഹും തമ്മിലുള്ള വ്യത്യാസം. ശരിക്കും അഫു എന്ന് പറയുന്ന വാക്കിന്റെ ലിറ്ററൽ വാക്കർത്ഥം എന്ന് പറയുന്നത് ഇറേസ് ചെയ്ത് കളയാം, മായ്ച്ച് കളയാം, വൈപ്പ് ഓഫ് ചെയ്ത് കളയാം. എന്തെങ്കിലും ഒരു സാധനം ഉണ്ട്, അത് കംപ്ലീറ്റ് നമ്മൾ ഒരു റബ്ബർ എടുത്തിട്ട് മായ്ച്ച് കളഞ്ഞാൽ എന്തായിരിക്കും, അതാണ് അഫു അല്ലെ. അല്ലാഹുമ്മ ഇന്നക അഫുവും തുഹിബ്ബുൽ അഫു ഫഅഫു അന്നി. സുബ്ഹാനല്ലാഹ് അല്ലെ. എല്ലാം തുടച്ചു കളയാനാണ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ദുആ ചെയ്യുന്നത്. അപ്പം ആരെങ്കിലും നമ്മളെ അടുത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നമ്മളുടെ ദീനിന്റെ പേരിൽ നമ്മളെ അടുത്ത് എന്തെങ്കിലും റിയാക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മോശമായിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഏത് രീതിയിലും നമ്മളെ അടുത്ത് മോശമായിട്ട് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ അതിനെ കംപ്ലീറ്റ് വൈപ്പ് ഓഫ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് നമ്മൾ അഫു ചെയ്യുമ്പോൾ, കംപ്ലീറ്റ് ഇറേസ് ചെയ്ത് കളയുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുക, നമ്മൾ അവരുടെ അടുത്ത് തിരിച്ച് ഒച്ചയിടൂല, നമ്മൾ അവരുടെ അടുത്ത് തിരിച്ച് ഫൈറ്റ് ചെയ്യൂല അല്ലെ, വാദിക്കൂല, അവരെ കൺഫ്രണ്ട് ചെയ്യൂല. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു പറയുന്നത് ഫഅഫു, നിങ്ങൾ അഫു ചെയ്യ. അപ്പം അഫു എന്ന് പറഞ്ഞാല് ശിക്ഷിക്കാത്ത, പണിഷ് ചെയ്യാത്ത രീതിയിൽ പുറത്തു കൊടുക്കുന്നതിനാണ് അഫു എന്ന് പറയുന്നത്. അപ്പൊ അവര് ചെയ്ത തിന്മക്ക് അവരെ പണിഷ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ അവരെ പുറത്തു കൊടുക്കുക എന്ന് പറയുന്നത്, അതിനോട് നമ്മൾ ഒരു തരത്തിലുള്ള നെഗറ്റീവ് പ്രതികരണങ്ങളും കൊടുക്കൂല. അതാണ് അഫു. തറക്കൽ മുആഖിദ അല ദംബ്. അവര് ചെയ്ത തെറ്റുകള്, ദമ്പുകള്, തിന്മകൾക്ക് എന്താണ് ശിക്ഷ കൊടുക്കാതിരിക്കുക, അത് ശിക്ഷ എന്നുള്ള ഭാഗമേ മാറ്റിക്കളയാം. ഓക്കെ, ഇനി സ്വഹ്. സ്വഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് നമുക്കറിയാം എന്താണ്, ഒരു പേജ് അല്ലെ, പേജിന് നമ്മൾ പറയാം സ്വഹ് എന്ന് പറയാം. അപ്പം ഫസ്ഫഹു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ പേജ് മറിച്ച് കളയും. നമ്മളൊരു പേജ് മറിച്ച് കളയാന്ന് പറയുമ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ നോക്കുന്നേ ഇല്ല അല്ലെ, അവരിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു കളയും. സുബ്ഹാനല്ലാഹ്. അതായത് അവരങ്ങനെ ഒരു കാര്യം ചെയ്തതായിട്ട് നമ്മൾ അവരോട് പറയുന്ന പോലുമില്ല, അറിയിക്കുന്ന പോലുമില്ല, അവര് നമ്മൾ അത് തിരിഞ്ഞു കളയുക, ആ ഒരു ആക്ഷനെ നമ്മൾ തിരിഞ്ഞു കളയുക, കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് തിരിഞ്ഞു കളയുക, എറാതെ ചെയ്യാൻ വേണ്ടിയിട്ട്. അവര് ചെയ്ത തിന്മകളിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് തിരിഞ്ഞു കളയുക. അതായത് അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് എടുത്തു വെച്ച് പറയുന്ന പോലുമില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിയുമ്പോൾ അല്ലെ, പല രീതിയിൽ ഈ പറഞ്ഞ പോലത്തെ പല റിയാക്ഷൻസ് നമുക്ക് കിട്ടാറുണ്ട്. നമ്മളുടെ ദീനിന്റെ പേരിൽ, നമ്മളുടെ ഡ്രസ്സിങ്ങിന്റെ പേരിൽ, നമ്മളെ സംസാരത്തിന്റെ പേരിൽ, നമ്മൾ ദീൻ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെ, ദീൻ ആരെങ്കിലും ചിലപ്പം താല്പര്യമുള്ളവരുടെ അടുത്തായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്, അത് കേട്ട് നിൽക്കുന്ന താല്പര്യമില്ലാത്തവർക്ക് ഒരു പുച്ഛവും ഒരു പരിഹാസവും ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവരുടെ അടുത്ത് നിങ്ങൾ പറയുന്നത് ശരിയല്ല, അത് അങ്ങനെയല്ല, നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാ അല്ലെ, അല്ല പറയേണ്ടത്. ഫഅഫു വസ്ഫഹു. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ഫഅഫു വസ്ഫഹു. അല്ലാതെ നമ്മൾ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയും എത്താനില്ല. സുബ്ഹാനല്ലാഹ്. ഫൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഒരു പോസിറ്റീവ് ഫീലിംഗ് അവരുടെ മനസ്സിൽ ഉണ്ടായേക്കാം അല്ലെ. നമ്മൾ വെറുപ്പിക്കാതെ നിർത്തുമ്പോൾ ഒരു പോസിറ്റീവ്നെസ് എവിടെയോ അവരുടെ മനസ്സിൽ ബാക്കി ഉണ്ടായേക്കാം. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ വരുമ്പം എന്താണ് പരിഹാരം, പുറത്തു കൊടുക്കുക, ഇഗ്നോർ ചെയ്ത് കളയാം. പിന്നെ അതിനെക്കുറിച്ച് നമ്മളൊന്നും സംസാരിക്കുന്നുമില്ല, അതിന്റെ പേരിൽ അവരെ ശിക്ഷിക്കുന്നുമില്ല, അവർക്ക് ഒരു തരത്തിലുള്ള നെഗറ്റീവ് റിയാക്ഷൻസ് കൊടുക്കുന്നുമില്ല. നമ്മൾ നമ്മളുടെ സ്വന്തം കാര്യം നോക്കിയിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവാം. വഅഫു ഫസ്ഫഹു, നമ്മളുടെ സ്വന്തം കാര്യം, മൈൻഡ് യുവർ ഓൺ ബിസിനസ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ഉണ്ടായിരുന്ന സമയത്തില് അവിടെ യഹൂദികള് റായിന അല്ലെ, അല്ലയോ വിഡ്ഢി, സുബ്ഹാനല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിരുന്ന സമയത്ത് അല്ലെ, ശരിക്കും ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ഭയങ്കര ടഫാ അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരെ എന്ത് വന്നു കഴിഞ്ഞാലും അവരെ തീർക്കാൻ വേണ്ടി റെഡി ആയിട്ട് നടന്ന ആളാണ്. സുബ്ഹാനല്ലാഹ്.
ഉമർ റളിയല്ലാഹു അൻഹു മാത്രമല്ല, അതുപോലെ ഒരുപാട് ആളുകൾക്ക് അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഇസ്ലാമിന്റെ അടുത്ത്, അല്ലെ? അത്രയ്ക്കൊരു ഓണർഷിപ്പ് ആയിരുന്നു, ഇത് ഞങ്ങളുടേതാണ് എന്നുള്ള ചിന്തയായിരുന്നു. അപ്പൊ ആരെന്ത് ചെയ്തു കഴിഞ്ഞാലും അവര് എഴുന്നേറ്റ് നിന്ന് അതിനെതിരെ ഫൈറ്റ് ചെയ്യായിരുന്നു. സുബ്ഹാനല്ലാഹ്. അവരുടെ അടുത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫഅഫു വസ്ഫഹു, നിങ്ങൾ പുറത്തു കൊടുക്കുക, നിങ്ങൾ ഇഗ്നോർ ചെയ്യേ, ഒന്നും പറയണ്ട, അതിനോട് ഫൈറ്റ് ചെയ്യണ്ട. കാരണം അതൊന്നും ഫൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ എവിടെയും എത്താൻ പോണില്ല. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കമാൻഡ്, അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ, അള്ളാഹുവിന്റെ ഡിസിഷൻ ഈ കാര്യത്തില് വരുന്നത് വരെ. സുബ്ഹാനല്ലാഹ്. അപ്പം അവരുടെ കാര്യത്തില് മദീനയിലുള്ള വിശ്വാസികളുടെ കാര്യത്തിൽ അത് സംഭവിച്ചു, അല്ലേ? ഇനീഷ്യലി ആദ്യത്തെ ഫേസിൽ മുസ്ലിങ്ങളുടെ അടുത്ത് എന്താ പറയുന്നത്? നിങ്ങൾ ക്ഷമ കാണിക്കുക, നിങ്ങൾ ക്ഷമ കാണിക്കുക, നിങ്ങളിപ്പോ ഫൈറ്റ് ചെയ്യണ്ട, അല്ലേ? അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അടുത്ത് എടുത്തോ നിങ്ങൾ ആയുധം, അല്ലെ? നിങ്ങൾ പ്രതികരിച്ചോ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അവിടെ ഒരുപാട് തരത്തിലുള്ള ചതികളും വഞ്ചനകളും, അല്ലെ? യഹൂദികള് ഇസ്ലാമിനെതിരെ മറ്റുള്ളവരെ സഹായിക്കാനും ഫൈറ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങുകയും സ്ത്രീകളെ അപമാനിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അംറ് വന്നു. അപ്പം ഹത്തായ തി അല്ലാഹു ബി അംരിഹി, അല്ലാഹു അവരോട് കമാൻഡ് ചെയ്തു, അല്ലെ? അതുവരെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫഅഫു വസ്ഫഹു, നമ്മൾ ക്ഷമിക്കുക, അല്ലെ? നമ്മൾ കണ്ടിൽ നിന്ന് അടിക്കുക, ഇഗ്നോർ ചെയ്യാം. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു നിശ്ചയമായും എല്ലാത്തിനും കഴിവുള്ളവനാണ്, അല്ലെ? അൽ ഖദീർ. അപ്പൊ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ തവക്കുൽ ചെയ്യുക. അവന് അവരുടെ ഹൃദയങ്ങളെ മാറ്റിമറിക്കാൻ പറ്റും, അവന് അവർക്ക് നിങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിൽ അവരെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും, അല്ലെ? സിറ്റുവേഷൻസ് കംപ്ലീറ്റ് അവന് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. നമ്മൾ വിചാരിക്കും, ഓ എന്താക്കും, അള്ളാഹ് വിചാരിച്ചു കഴിഞ്ഞാൽ മാറാത്ത ഒരു സിറ്റുവേഷനും ഇല്ല, അള്ളാഹ് വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റാത്ത ആൾക്കാരില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ മര്യാദയ്ക്കായിട്ടിരിക്കുക, അപ്പോഴേ നമുക്ക് അള്ളാഹുവിന്റെ ഹെൽപ്പ് കിട്ടുള്ളൂ, അല്ലെ? നമ്മൾ വളരെ മോശമായിട്ട്, ഹാർഷായിട്ട്, റൂഡായിട്ട്, അപമര്യാദമായിട്ട്, അവരെ ഇൻസൾട്ടിങ് ആയിട്ട്, അല്ലെ? നമ്മൾ എന്താ വിചാരിക്കുന്നത്? നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെന്നുള്ളത് കൊണ്ട് നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ, അതായത് ഹാർഷായിട്ടുള്ള വർത്താനങ്ങൾ, വളരെ ഇൻസൾട്ടിങ് ആയിട്ടുള്ള വർത്താനങ്ങൾ ഒക്കെ നമ്മളെ വായിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള പ്രതികരണങ്ങൾ നമ്മളുടെ വായിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീം ചെയ്യുക, ഒച്ച ഉണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക, അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അള്ളാന്റെ സഹായം നഷ്ടപ്പെടും. സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു അറബി, ഓക്കെ, ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു അറബി വന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിന് ചുറ്റും ഒരു തുണി മുറുക്കിയിട്ട് ഉപദ്രവിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എന്തോ സമ്പത്ത് ഡിമാൻഡ് ചെയ്തുകൊണ്ട്, ഓക്കെ, അത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അയാൾ പെരുമാറിയത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും പ്രതികരിക്കാണ്ട് വളരെ ക്ഷമയോടുകൂടി സൈലന്റ് ആയിട്ട് നിൽക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹം കുറച്ചു നേരമൊക്കെ മിണ്ടാണ്ട് നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് അയാൾക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പോയി. അപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കും, എന്ത് പറ്റി? ഞാൻ അത്രയും മോശപ്പെട്ട രീതിയിലല്ലേ ഇയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പെരുമാറിയത്? ഞാൻ കുറെ നേരം മിണ്ടാണ്ട് നിന്നു, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ലല്ലോ, പക്ഷെ ഞാൻ സംസാരിച്ചപ്പോ താങ്കൾ ഇവിടുന്ന് പോയല്ലോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താ? നിങ്ങൾ സംസാരിക്കാൻ അല്ലെങ്കിൽ അതിനെ എതിർക്കാൻ തുടങ്ങിയപ്പം, അല്ലെങ്കിൽ അയാൾക്ക് മോശപ്പെട്ട രീതിയിൽ അയാളോട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ഷെയ്ത്താൻ വന്നു. ഷെയ്ത്താൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ നിൽക്കൂല. അപ്പൊ നമ്മൾ തിരിച്ചും അബ്യൂസീവ് ആവുമ്പോൾ, നമ്മൾ തിരിച്ചും മോശപ്പെട്ട രീതിയിൽ പ്രതികരിക്കുമ്പം അള്ളാന്റെ സഹായം പിന്നെ നമുക്ക് കിട്ടൂല. അവിടെ ഷെയ്ത്താനാണ് ടേക്ക് ഓവർ ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും ശരിയാണ്, നമ്മൾ ചെയ്യുന്നത് ശരിയാണ്, അവരങ്ങനെ ചെയ്തിട്ടല്ലേ നമ്മളിങ്ങനെ ചെയ്യുന്നത്, അല്ലേ? അപ്പം ആ ഒരു കാര്യത്തിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല, അത് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്കേ പോവുള്ളൂ. അപ്പം നമ്മൾ എത്രത്തോളം സൈലന്റ് ആയിട്ടിരിക്കുന്നോ, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ സഹായത്തിന് വേണ്ടി, നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു മലക്കിനെ ഏർപ്പെടുത്തും. പക്ഷേ നമ്മൾ അത് നെഗറ്റീവായിട്ട് മോശപ്പെട്ട രീതിയിൽ അതിനോട് പ്രതികരിച്ചു തുടങ്ങുമ്പം ഇബ്ലീസാണ് അതിന് ടേക്ക് ഓവർ ചെയ്യുക, നമുക്ക് അള്ളാഹിന്റെ സഹായം നഷ്ടപ്പെടും. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ക്ഷമ കാണിക്കുക, ഓക്കെ? അപ്പൊ നമ്മൾ ഓർക്കുക, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, അള്ളാഹ് എന്നെ സംരക്ഷിച്ചോളും. ആ ഒരു തവക്കുൽ, നമുക്ക് എന്ത് പ്രശ്നം, ഈ ഒരു സിറ്റുവേഷൻ എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ ഇനി എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അള്ളാഹ് രക്ഷിച്ചോളും, അള്ളാഹ് സംരക്ഷിച്ചോളും, അള്ളാഹ് ഇതിന് സൊല്യൂഷൻ തന്നോളും എന്നുള്ള ആ ഒരു സ്ട്രോങ് തവക്കുൽ ഉണ്ടായാൽ തന്നെ സ്വിച്ച് ഇട്ട പോലെ നമ്മളുടെ പ്രോബ്ലംസ് പോണത് നമുക്ക് കാണാം. ഓക്കെ, ആ ഒരു തവക്കുലിലേക്ക് മടങ്ങാൻ പറ്റിയാൽ മതി. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. കാരണം അള്ളാന്റെ ഖദർ ഇല്ലാണ്ട് ഇത് സംഭവിക്കൂല, അല്ലെ?
അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് ഇത് പരിഹരിക്കാനും പറ്റും എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മളുടെ സിറ്റുവേഷൻസ് മാറി മറയുന്നത് കാണാം. നമ്മുടെ പ്രോബ്ലംസ് നമ്മുടെ കണ്ണിന് മുമ്പ് നിന്ന് ഇല്ലാതാവുന്നത് കാണാം. ചിലപ്പോൾ പ്രോബ്ലംസ് അവിടെ ഉണ്ടാവും, പക്ഷെ അത് നമ്മൾ ഇഫക്റ്റ് ചെയ്യാണ്ടാവും. ഓക്കെ, അപ്പം ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? ഫഅഫു വസ്ഫഹു, നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. ഹത്തായ അത്തി അള്ളാഹു ബി അംരിഹി, അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ. ഇത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്, അള്ളാഹ് സംരക്ഷിച്ചോളൂ എന്ന് വിചാരിച്ചിട്ടുള്ള സ്റ്റെപ്പ് എടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് 110. وأقيموا الصلاة وآتوا الزكاة وما تقدموا لأنفسكم من خير تجدوه عند الله إن الله بما تعملون بصير. നിങ്ങൾ പ്രാർത്ഥന മുറപ്രകാരം നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുക. നിങ്ങളുടെ സ്വന്തം ഗുണത്തിനായി നിങ്ങൾ നല്ലതായ എന്തൊന്ന് മുൻകൂട്ടി ചെയ്താലും അതിന്റെ ഫലം അള്ളാഹുവിങ്കൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നവനാണ്. വാക്കർത്ഥം നോക്കാം. അഖീമു, നിങ്ങൾ നിലനിർത്തുക. അസ്വല, നമസ്കാരം. ആതു, നിങ്ങൾ നൽകുക. ഒന്നും പുതിയ വാക്കുകളല്ല. അസക്ക, സക്കാത്ത്. വമ, യാതൊന്ന്. തുഖദ്ദിമു, നിങ്ങൾ മുൻകൂട്ടി ചെയ്യുന്നുവോ. ഖാഫ് ദാൽ മീം. ലി അംഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടി. മിൻ ഖൈരിൻ, ഏതൊരു നന്മയും, നന്മയിൽ നിന്ന് എന്തും. തജിദൂഹു, നിങ്ങൾ കണ്ടെത്തും. വജദ, വാഹു ജീം ദാൽ, നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾ അത് കണ്ടെത്തും. തജിദൂഹു ആണ്. ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ അടുക്കൽ. ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു. ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നത്. തഅമലൂന ഐൻ മീം ലാം. ബസീർ, നന്നായി കാണുന്നവന്, എപ്പോഴും എന്താണ്, എല്ലാം വൃത്തിയായി വ്യക്തമായിട്ട് കാണുന്നവനാണ്. തഫ്സീർ നോക്കാം. അപ്പൊ അള്ളാഹു വിശ്വാസികളുടെ അടുത്ത് പറയാണ്, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. ആത്ത് സക്കാ, നിങ്ങൾ സക്കാത്ത് കൊടുക്കുക. എന്താ അള്ളാഹ് പറയുന്നത്? അപ്പൊ അള്ളാഹു തൊട്ടു മുമ്പ് ഒരു കാര്യം പറഞ്ഞു അല്ലേ, നിങ്ങൾ ക്ഷമിക്ക്, നിങ്ങൾ ഇഗ്നോർ ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ മേലുള്ള നിർബന്ധങ്ങൾ ഉണ്ട് അല്ലേ, നിങ്ങളുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു തആല തന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്, ഫർദുകളുണ്ട്, അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. സുബ്ഹാനല്ലാഹ്. സാധാരണഗതിയിൽ നമ്മളടുത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുള്ളപ്പം, നമ്മളോട് ആർക്കെങ്കിലും അസൂയ ഉണ്ടാകുമ്പം, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കുമ്പം, ആരെങ്കിലും നമ്മളോട് എന്താണ് മോശപ്പെട്ട രീതിയിൽ പെരുമാറുമ്പോൾ നമ്മൾക്ക് എന്താ സംഭവിക്കുക? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മറന്നുപോകും അല്ലേ. പലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നത്തിൽ നമ്മൾ പെട്ടിരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുമ്പം, അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഫർദൊക്കെ നിസ്കരിക്കുന്നൊക്കെ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അത് പക്ഷെ നമ്മളുടെ കയ്യും കാലും മാത്രമായിരിക്കും അല്ലെ. നമ്മുടെ ഹൃദയത്തിനകത്ത് നിറച്ചു എന്താണ്, എന്നാലും അങ്ങനെ ചെയ്തില്ലേ, എന്നാലും അത് ചെയ്യാൻ പാടുന്നല്ല, ഞാൻ എന്ത് ചെയ്തിട്ടാ അല്ലേ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പറയാണ്, നിങ്ങൾ നമസ്കരിക്കുക. അഖീമുസ്സലാത്ത വആതു സക്കാ, നിങ്ങൾ നമസ്കരിക്കുക, നിങ്ങൾ സക്കാത്ത് കൊടുക്കുക. അതായത് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യേ. ഇതുപോലെയുള്ള ഫിത്നയൊന്നും കണ്ട് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവല്ലേ. അതുപോലെയുള്ള ഫിത്നകളൊക്കെ നിങ്ങൾ എന്താ ഇഗ്നോർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മേലുള്ള ഉത്തരവാദിത്തങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അഖീമുസ്സലാത്ത വആതു സക്കാത്ത വമാ തുഖദ്ദിമു ലിഅൻഫുസികും മിൻ ഖൈർ, നിങ്ങൾക്ക് വേണ്ടി, ലിഅൻഫുസികും, നിങ്ങൾക്ക് വേണ്ടി നന്മയിൽ നിന്ന് എന്തൊന്ന്. വമാ തുഖദ്ദിമു ഖാഫ് ദാൽ മീം ഖദ്ദമ യുഖദ്ദിമു തഖ്ദീം, എന്തെങ്കിലും ഒരു കാര്യം നേരത്തെ അയക്കുക. ഓക്കെ, മുൻകൂട്ടി അയക്കുക, അതിനാണ് തഖദ്ദീം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ പരലോകത്തേക്ക് വേണ്ടി എന്തൊരു നന്മയും നിങ്ങൾ അയച്ചോ, നിങ്ങൾക്ക് വേണ്ടി അല്ലെ. ലി അൻഫുസിക്കും, അൻഫുസ് നഫ്സിന്റെ പ്ലൂരൽ, നിങ്ങളുടെ നഫ്സിന് വേണ്ടി. മിൻ ഖൈർ, ഏതൊരു നന്മയും നിങ്ങൾ ചെയ്തോ, നിങ്ങളുടെ പരലോകത്തിന് വേണ്ടി ഏതൊരു നന്മയും നിങ്ങൾ റെഡിയാക്കി വെച്ചോ, അയച്ചോ. തജിദൂഹു ഇൻദല്ലാഹ്, നിങ്ങളത് അള്ളാഹുൽ കണ്ടെത്തും. തജിദൂഹു, വാവ് ജീം ദാൽ, വജദ, കണ്ടെത്താം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് എന്തും അതിനുള്ള പ്രതിഫലം നിങ്ങൾ നാളെ കണ്ടെത്തും. അപ്പം ഇന്ന് നന്മ ചെയ്യാനുള്ള ആ ഒരു കാര്യം നിങ്ങൾ മിസ്സാക്കല്ലേ. നിങ്ങൾക്ക് ചുറ്റുപാടും ആളുകൾ ക്രിയേറ്റ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും, പല ഡിസ്ട്രാക്ഷൻസും, പല ഉപദ്രവങ്ങളും, പല അസൂയാപരമായിട്ടുള്ള കാര്യങ്ങളും, പല നെഗറ്റീവ് കാര്യങ്ങളും ഉണ്ടാവും. സുബ്ഹാനല്ലാഹ് അല്ലേ. അതില്ലാത്തവർ എനിക്ക് തോന്നുന്നു ഇവിടെ ആരും ഇല്ല. പക്ഷെ അത് കാരണം ഡിസ്ട്രാക്റ്റഡ് ആവുന്നവരാ നമ്മളല്ലേ. വർഷങ്ങളോളം നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നവരാണ്. ഒരു ദിവസം 2 ദിവസം ഒന്നും അല്ല അല്ലെ. നമ്മൾ അതിനോട് പ്രതികരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഇബാദത്തുകളെയൊക്കെ അത് ബാധിക്കും. നമ്മൾ ഇബാദത്ത്
സ്വലാത്ത് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. എന്നാൽ ഇബാദത്തുകളിൽ നമ്മുടെ ഹൃദയങ്ങൾ ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ ഫഅഫു വസ്ഫഹു, എന്നിട്ട് എന്താ പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തികളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. വഅഖീമു സ്വലാത്ത വആതു സകാത്ത വമാ തുഖദ്ദിമു ലിഅൻഫുസികും മിൻ ഖൈറിൻ തജിദൂഹു ഇൻദല്ലാഹ്. അപ്പൊ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. മറ്റുള്ളവരെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡിസ്ട്രാക്ഷന്റെ പിന്നാലെ നിങ്ങൾ പോണ്ട, ഡൈവേർട്ടഡ് ആവല്ലേ, അല്ലേ? നിങ്ങൾക്ക് ചെയ്യാനുള്ള നന്മകളിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പരലോകത്ത് റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. അധികം ആളുകളും അല്ലെ സമയം ഓരോരുത്തരും ഒരു പക്ഷേ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ഇങ്ങനെ വേസ്റ്റ് ചെയ്തവരായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോഴും വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും അല്ലെ. നമ്മളുടെ എനർജി, ഈവൻ നമ്മളുടെ ചിന്തകൾ പോലും ഒരുപാട് എനർജി എടുക്കുന്നുണ്ട്. നെഗറ്റീവ് ചിന്തകൾ അല്ലെ, അവർക്കെതിരെയുള്ള അവർ ചെയ്ത കാര്യങ്ങൾ വീണ്ടും 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 ആലോചിച്ചുകൊണ്ടുള്ള അല്ലെ, നമ്മളുടെ എനർജി അധികവും എക്സോസ്റ്റഡ് ആവുന്നത്, നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ എനർജി, നമ്മുടെ സമയമൊക്കെ നഷ്ടപ്പെടുന്നത് ഇതുപോലെയുള്ള ഡിസ്ട്രാക്ഷൻസ്. പലരും നമ്മളോട് ചെയ്തത് പറഞ്ഞത് ഒക്കെ ആലോചിച്ചും അതിനെതിരെ ചിന്തിച്ചും അതിനുവേണ്ടി സംസാരിച്ചും അല്ലെ, അതിനെതിരെ പ്ലാൻ ചെയ്തും അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞൊക്കെയാണ്. ശരിക്കും നമ്മൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വല്ലാഹി നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ടാവും. നമുക്ക് ഇനി എത്രയും നമ്മളുടെ ഷെഡ്യൂളിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി, എത്ര നല്ല കാര്യങ്ങളും ഷെഡ്യൂളിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി നമുക്ക് സമയം ഉണ്ടാവും. എക്സ്പീരിയൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ മറ്റുള്ളവരെ കൺഫ്രണ്ട് ചെയ്യുക, അവരോട് ഫൈറ്റ് ചെയ്യുക, അവര് ചെയ്ത കാര്യത്തിനെ എടുത്തും വെച്ചും പറയുക. സുബ്ഹാനല്ലാഹ്, മാറ്റി നിർത്തുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിൽ തന്നെ ഫോക്കസ് ചെയ്യാം. പലരും അല്ലെ, മിക്ക ആളുകൾ നമ്മൾ കാണുന്നത് അവരുടെ മെയിൻ ഫോക്കസ് മറ്റുള്ളവരാണ്. അയാൾക്ക് ആ പ്രശ്നമുണ്ട് അല്ലെ, ഇവള് ഇന്നത് പറഞ്ഞു, ഇവള് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എന്നാലും ഓൾ ഇങ്ങനെ ആവരുതേനു അല്ലെ. സുബ്ഹാനല്ലാഹ്, ഓള് അതായിരുന്നു ചെയ്യേണ്ടത്. നമ്മളൊക്കെ സംസാരിക്കുന്ന ഒരു ദിവസത്തെ മെജോറിറ്റി കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അല്ലെ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിൽ തന്നെ നോക്കുക, നോട്ടം നമ്മളിലേക്കായിരിക്കുക, കുറ്റപ്പെടുത്തൽ നമ്മളെ തന്നെ ആയിരിക്കുക. ശരിക്കും ഞാൻ പറയാ, നമ്മളെ കുറ്റപ്പെടുത്തി തുടങ്ങി കഴിഞ്ഞാല് നമുക്ക് എല്ലാ വക്തും അള്ളഹാനോട് പറയാനുള്ളത് നമ്മളെ കുറ്റങ്ങളായിരിക്കും. റബ്ബേ, ഞാൻ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, എന്നാൽ എന്റെ ഹൃദയം വേറെയാണ്, എന്റെ ശരീരം വേറെയാണ് അല്ലെ. ഹൃദയം ഒരു വഴിക്ക് പോകുന്നുണ്ട്, എന്റെ കയ്യും കാലും നല്ല വൃത്തിക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മളെ കുറിച്ച് ഈ കുറ്റം പറഞ്ഞാ തീരുവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതല്ലാതെ 100% എന്റെ ഹൃദയത്തിന്റെ കൂടെ കയ്യും കാലം ഇബാദത്ത് ചെയ്യുന്ന, അല്ലെങ്കിൽ ശരീരം ഇബാദത്ത് ചെയ്യുന്നതെന്ന് നെഞ്ചിൽ തട്ടി കൈവച്ച് പറയാൻ പറ്റുന്ന ഒരാൾ ഇവിടെ ഉണ്ടോ? അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെയുള്ള കുറ്റങ്ങൾ ഇഷ്ടം പോലെ റബ്ബിന്റെ മുമ്പിൽ ബോധിപ്പിക്കാനുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ നമ്മളിലേക്ക് നോക്കുക, നമ്മൾ ചെയ്യുന്ന നന്മകളിൽ ഫോക്കസ് ചെയ്യുക. അപ്പം തജിദൂഹ ഇൻദല്ലാഹ്, അള്ളാഹുവിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അള്ളാഹുവിന്റെ അടുത്ത് നമുക്കത് കാണാം. വഅഖീമു സ്വലാത്ത വആതു സകാത്ത വമാ തുഖദ്ദിമു ലിഅൻഫുസികും മിൻ ഖൈറിൻ തജിദൂഹു ഇൻദല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് കണ്ടുമുട്ടും. തജിദൂഹു ഇൻദല്ലാഹ്, നമ്മൾ മുമ്പും പറഞ്ഞു അല്ലെ. ഇത് നമുക്കറിയാം പ്രതിഫലം അള്ളാഹിന്റെ അടുത്ത് നിന്നാ കിട്ടുക അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് പ്രതിഫലം തരുന്നത്. പിന്നെ ഇത് എടുത്ത ഇൻദല്ലാഹ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? 2 കാരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അള്ളാഹു അൽ അദീമാണ് അല്ലെ, അള്ളാഹുവിന്റെ മഹത്വത്തിന് എന്താണ് ഈക്വൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും മഹത്തരമായിട്ടുള്ളതായിരിക്കും നമുക്ക് അള്ളാഹിന്റെ അടുത്ത് നിന്ന് കിട്ടാൻ പോകുന്ന പ്രതിഫലം. സുബ്ഹാനല്ലാഹ്, നമ്മള് ഫഗ്ഫിർലി മഗ്ഫിറതൻ മിൻ ഇൻദിക എന്ന് അള്ളാഹുവിന്റെ അടുത്ത് ചോദിക്കാറുണ്ട് അല്ലെ. നിന്നിൽ നിന്നുള്ള മഗ്ഫിറത്ത് അല്ലെ. കാരണം ആളുകൾ നമുക്ക് പുറത്തു തരും, പക്ഷെ അതൊരു പൊറുക്കലാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. നമുക്ക് തന്നെ അറിയാം, നമ്മൾ പലർക്കും പുറത്തു കൊടുത്തിട്ടുണ്ട്, എന്നാലും പുറത്തു കൊടുത്തത് പലതും നമ്മൾ എടുത്ത് വെച്ച് പറയാറുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലെ. അപ്പൊ മഗ്ഫിറതൻ മിൻ ഇൻദിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പൊറുക്കൽ തന്നെയാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പൊ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നത് ഭയങ്കര ഗ്രേറ്റ് ആയിരിക്കും. അള്ളാഹുൽ അദീമാണ് അല്ലെ. പിന്നെ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നത് സെക്യൂർ ആയിരിക്കും, ഗ്യാരണ്ടീഡ് ആണ്. കാരണം അള്ളാഹ്ക്ക് വാക്കിന് മാറ്റില്ല. അത് നമുക്ക് വേണ്ടി അവിടെ എടുത്തു വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഓരോ നിമിഷവും ഇതുപോലെയുള്ള ഓരോ സിറ്റുവേഷനിൽ പെടുമ്പോഴും, അവർക്ക് നമ്മളോട് ഓരോരുത്തർ എന്ത് ചെയ്യുമ്പോഴും ഫഅഫു വസ്ഫഹു ഓർക്കുക അല്ലെ. പേജ് മറിച്ച് കളയുക, അവർക്ക് ശിക്ഷയൊന്നും കൊടുക്കാത്ത രീതിയിൽ. അതായത് നമ്മളെ ശിക്ഷ കൊടുക്കുക എന്ന് പറയുന്നത് എന്താ? നമ്മൾ അവരോട് പ്രതികരിക്കുക, അവരെ ചീത്ത പറയുക, അവരെ കുറിച്ച് മറ്റുള്ളവരോട് പറയുക, അവരെ വീണ്ടും 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 അത് എടുത്തു പറഞ്ഞ് വിഷമിപ്പിക്കുക. അതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന ഫഅഫു അല്ലെങ്കിൽ വസ്ഫഹു അല്ലെ. വസ്ഫഹു എന്ന് പറഞ്ഞാൽ പേജ് മറിച്ച് കളയുക. നമ്മൾ പേജ് മറിച്ചാലും വീണ്ടും വീണ്ടും തിരിച്ച് ആ പേജിലേക്ക് പോകുന്ന ആൾക്കാരാണ് അല്ലെ.
അല്ലെ? ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചെയ്താൽ അത് എടുത്തും വെച്ചും പറയും. നമ്മളെല്ലാരും ഇവിടെ ആരും ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഉൾപ്പെടെ ഒരു പുണ്യാളത്തെയാണെന്ന്. സുബ്ഹാനല്ലാഹ് അല്ലെ? അപ്പൊ നമ്മൾ വഫഅഫു വസ്ഫഹു അത് ചെയ്യാ അള്ളാഹ്. എന്നിട്ട് എന്താണ് മനസ്സിൽ കാണാ എന്ത് തജിദൂഹു മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിന്റെ അടുത്ത്, തജിദൂഹു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുത്ത് അത് ഉണ്ട് അല്ലെ? അള്ളാഹു അൽ അദീമാണ്. അപ്പൊ അത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു റിവാർഡ് അള്ളാഹ് നമുക്ക് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പ്ലസ് നമ്മൾ ഇതിപ്പോ ചെയ്തതിന് അള്ളാഹ് അവിടെ എടുത്ത് വെക്കാണ്. അള്ളാഹ് ഉറപ്പായിട്ടും തരുന്ന കാര്യമാണ് അല്ലെ? അള്ളാഹിന്റെ കാര്യം അതുകൊണ്ട് സംശയമൊന്നുമില്ല. സുബ്ഹാനല്ലാഹ് അല്ലെ? നമുക്ക് വേറെ പലരും പലതും തരാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന് വലിയ ഉറപ്പൊന്നുമില്ല. പക്ഷെ ഇതവിടെ ഉണ്ട്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രതീക്ഷ, ഉറപ്പുള്ള കാര്യ. അപ്പം ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, അള്ളാഹു നിശ്ചയമായും നിങ്ങൾ ചെയ്യുന്നതൊക്കെ കാണുന്നവരാണ്. ബിമാ തഅമലൂന ഐൻ മീം ദാൽ അമൽ, നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും, നിങ്ങൾ കൊടുക്കുന്ന ഏതൊരു പ്രതികരണവും, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതൊരു വാക്കും, നിങ്ങളുടെ ഏതൊരു പെരുമാറ്റ രീതികളും ആരാണ് കാണുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലേ? ബസീർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആൾക്കാരിലേക്ക് നോക്കുന്നതിന് പകരം നമ്മളിലേക്ക് നോക്കുക. അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അത് പറയാൻ വേണ്ടി, അത് എടുത്തെടുത്ത് പറഞ്ഞ് അവരെ തിരുത്തി നമ്മൾ പറഞ്ഞങ്ങ് തിരുത്തി കളയുന്നുള്ള ആ ഒരു പ്രശ്നം അവിടെ നിന്ന് മാറ്റി വെച്ചിട്ട് നമ്മളെ ഇംപ്രൂവ് ചെയ്യുന്ന കാര്യത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഈ ആയുസ് മുഴുവൻ കിട്ടിക്കഴിഞ്ഞാലും സുബ്ഹാനല്ലാഹ് നമുക്കറിയാം നമ്മൾ തിരുത്തപ്പെടൂല. എത്രയോ ഇനിയും ബാക്കിയല്ലേ? നമ്മളൊക്കെ ഓരോരുത്തരും അവരവരുടെ ഏജ് എടുത്ത് നോക്കുമ്പോൾ 20, 30, 40, 50, 60, 70 എത്രയോ ആയിക്കോട്ടെ, എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട് അല്ലേ? ഇപ്പോഴും നമ്മളുടെ റിയലൈസേഷൻ എന്താ? നമ്മൾ തുടങ്ങിയിട്ടില്ല എന്നല്ലേ? ഇത്രയും വർഷങ്ങൾ എടുത്തിട്ട് നമ്മൾ തുടങ്ങാത്ത ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെ തിരുത്താൻ ഇനി ബാക്കിയുള്ള വർഷങ്ങൾ നമുക്ക് മതിയാവോ? അപ്പം ഇതെപ്പോഴാ നമുക്ക് ചെയ്യാൻ പറ്റാ? അള്ളാഹു ബസീറാണ് അല്ലെ? അള്ളാഹു നമ്മൾ ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പൊ നമ്മളെ സ്വയം ഇഗ്നോർ ചെയ്തിട്ട് ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നടന്നു കഴിഞ്ഞാൽ അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ എന്ത് വിഡ്ഢികളല്ലേ? നമുക്ക് സമയമില്ല അല്ലേ? സുബ്ഹാനല്ലാഹ്. നമ്മളെ വീട്ടില് ഒരു ഗസ്റ്റ് വരുന്നു പറഞ്ഞിട്ടുണ്ട്, 1 മണിക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ 1 മണിയായിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാണ്ട് നമ്മൾ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നമ്മളെ പുതിയാപ്പിളിന്റെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവർ 1 മണിക്ക് വരെ ഭക്ഷണം ആക്കണേ നമ്മളത് ചെയ്യുന്നില്ല. നമ്മൾ നമ്മളതായ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. മൂപ്പർ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കും, ഇവളിപ്പോ എന്താ വിചാരിച്ചേ, ഓക്കെന്താ കൊടുക്കാൻ വിചാരിച്ചല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പൊ പക്ഷെ നമ്മൾ വിരുന്നുകാർ വരാണെങ്കിൽ നമ്മൾ കഴിയെങ്കിൽ 11 മണിക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ് വീട് ക്ലീൻ ആക്കി നമ്മളും ക്ലീൻ ആയിട്ട് നിൽക്കും. സുബ്ഹാനല്ലാഹ്. പക്ഷേ നമ്മളെ മരണം എന്ന് പറയുന്നത് ഈ 1 മണിയും കൂടെ നമുക്ക് ഉറപ്പില്ല അല്ലെ? ഇത് 11 ആണെങ്കിൽ 11:01 വേണമെങ്കിൽ വരാം. അപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? ബാക്കിയുള്ളവരെ കുറ്റം കണ്ടുപിടിച്ചിട്ട് ഓരെ അങ്ങ് പറഞ്ഞ് തിരുത്തി കളയാന്ന് വിചാരിച്ച് നടക്കുക. അള്ളാന്റെ മുമ്പിൽ നമ്മൾ എന്ത് വിഡ്ഢികളല്ലേ? അപ്പൊ നമ്മളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം ഈ ഒരു സെറ്റ് ആയത്തുകൾ തുടക്കം മുതലേ നമ്മൾ ഇതന്നെയാ പറയുന്നത് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ തഖൂലു റാഇന വഖൂലു ഉൻദുർന, നിങ്ങൾ റാഇന എന്ന് പറയരുത്, പകരം ഉൻദുർന എന്ന് പറയാ. നിങ്ങൾ എന്നെ ചേഞ്ച് ചെയ്യുക അല്ലെ? അവരങ്ങനെയാ പറയാ, പക്ഷെ അവരെ ചേഞ്ച് ചെയ്യാൻ പോണ്ട, നിങ്ങൾ ചേഞ്ച് ചെയ്യാം. അപ്പം നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നവരായിരിക്കാം അല്ലെ? അവരെ തിരുത്താൻ വേണ്ടി ഒരുപാട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചിന്തിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ അത് നമ്മളെ കയ്യിലുള്ള കാര്യമല്ല, എവിടെ എത്തൂല. അവരും റബ്ബും അവര് മാറണമെങ്കിൽ അവരുടെ ഉള്ളിലുള്ളത് മാറണം. അവരുടെ ഉള്ളിലുള്ളതിനെ മാറ്റാൻ നമുക്ക് പറ്റൂല. സുബ്ഹാനല്ലാഹ്. പിന്നെ റബ്ബ് ഹിദായത്ത് കൊടുക്കണം. സോ ഒരു റിസൾട്ടും ഉണ്ടാവുന്ന ഒരു ഉറപ്പുമില്ലാത്ത കാര്യത്തിന്റെ മേലെ കമന്ന് കിടക്കുന്ന നേരം കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അല്ലേ? നമ്മളെ മാറ്റുക എന്നുള്ളത്, നമ്മളുടെ പ്രവൃത്തികൾ മാറ്റുക എന്നുള്ളത്, നമ്മളുടെ വാക്കുകൾ മാറ്റുക എന്നുള്ളത്, അതാണ് നമുക്ക് പ്രയോജനം തരുള്ളൂ. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. തുടർന്ന് 111-ാമത്തെ ആയത്ത്, وقالوا لن يدخل الجنة إلا من كان هودا أو نصارى تلك أمانيهم قل هاتوا برهانكم إن كنتم صادقين. ആർക്കെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ യഹൂദരോ ക്രിസ്ത്യാനികളോ ആവാതെ പറ്റില്ലെന്നാണ് അവർ പറയുന്നത്. അതൊക്കെ അവരുടെ വ്യാമോഹങ്ങൾ അത്രേ. എന്നാൽ നബിയെ പറയുക, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതിന് നിങ്ങൾക്ക് കിട്ടിയ തെളിവുകൾ കൊണ്ടുവരൂ എന്ന്. വഖാലു ആൻഡ് ആണ്, ഖാലു അവർ പറഞ്ഞു, ലൻ യദ്ഖുല, ലൻ ഒരിക്കലുമില്ല, ഓക്കെ, യദ്ഖുല അവൻ പ്രവേശിച്ചു, അവൻ പ്രവേശിക്കുന്നതല്ല എന്നാ പറയുന്നത്, അൽ ജന്നത്ത സ്വർഗത്തിൽ, ഇല്ല ഒഴികെ, മൻ യാതൊരുവർ, ക്യാന ആയിരുന്നു, ഹൂദൻ യഹൂദികൾ, ഔ അല്ലെങ്കിൽ
നസ്വാറ ക്രിസ്ത്യാനികൾ. അപ്പൊ അവർ ക്രിസ്ത്യാനികളോ യഹൂദികളോ അല്ലെങ്കിൽ അവരൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് അവർ പറയുന്നത് അല്ലെ. തിൽക്ക അത് അമാനിയുഹും അവരുടെ വ്യാമോഹമാണ്. അമാനി നമ്മൾ ക്ലിയർ ആയിട്ട് മുമ്പേ കണ്ടിട്ടുള്ള വാക്കാണ്. കുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പറയാണ്, കുൽ നബിയെ പറയുക, ഹാത്തു നിങ്ങൾ കൊണ്ടുവരൂ. ഓക്കെ, ഹാത്തു ഹംസത്ത നിങ്ങൾ കൊണ്ടുവരൂ, ബുർഹാനക്കും നിങ്ങളുടെ തെളിവുകൾ. ബുർഹാൻ ഇത് 3 ലെറ്റർ റൂട്ടും 4 ലെറ്റർ റൂട്ടുമായിട്ട് പറയുന്ന ഒരു വാക്കാണ്. ഒന്നെങ്കിൽ ബ റോ ഹ അല്ലെങ്കിൽ ബ റോ ഹ നൂൻ. ഓക്കെ, അപ്പോൾ 4 ലെറ്റർ റൂട്ടും കൂടെ ഉള്ള ഒരു വാക്കാണ് ബുർഹാനക്കും. ഓക്കെ, ബുർഹാനക്കും നിങ്ങളുടെ തെളിവുകൾ, ഇൻകുന്തും നിങ്ങൾ ആണെങ്കിൽ, സ്വാദിഖീൻ സത്യം പറയുന്നവർ. ഓക്കെ, സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവരും. തഫ്സീർ നോക്കാം. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, വഖാലു അവർ പറഞ്ഞു, ലൻ യദ്ഖുലൽ ജന്നത, അതായത് യഹൂദികളും നസ്വാറാക്കളും ക്രിസ്ത്യാനികളും പറയാണ്, ലൻ യദ്ഖുലൽ ജന്നത. യദ്ഖുല ദാൽ ഖ ലാം, ദുഖൂൽ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പ്രവേശിക്കാം. അപ്പൊ അവർ പറയാണ് ഒരിക്കലും അവൻ പ്രവേശിക്കുകയില്ല, ഇല്ല അല്ലാതെ, മൻകാന ആരായിരുന്നു, ഹൂദൻ ഔ നസ്വാറ അവര് ഹൂദോ അല്ലെങ്കിൽ യഹൂദിയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ അല്ലാതെ. ഹൂദൻ ഇതിന്റെ പ്ലൂറലാണ് ഹൂദൻ. നസോറ നസ്രോനി എന്നുള്ള വാക്കിന്റെ പ്ലൂറലാണ് നസോറ. ഓക്കെ, അപ്പൊ ഇത് ഒരു ജൂതൻ, ഹൂദൻ ജൂതന്മാര്, നസോറ ക്രിസ്ത്യാനികളും. അപ്പം അവര് പറയാണ് ആരും സ്വർഗത്ത് പ്രവേശിക്കൂല അവന് അല്ലെങ്കിൽ ജൂതനോ ക്രിസ്ത്യാനിയോ അല്ലാതെ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, തിൽക അമാനിയുഹും അത് അവന്റെ വെറും വ്യാമോഹമാണ് അല്ലെ, വെറും വ്യാമോഹമാണ്. അമാനി അവരുടെ, ഓക്കെ, അവന്റെ അല്ല അത് അവരുടെ. അമാനി ഉംനിയ എന്ന വാക്കിന്റെ പ്ലൂറലാണ്. ഓക്കെ, ഉമ്മിയ അല്ല, ഉംനിയ എന്ന വാക്കിന്റെ പ്ലൂറലാണ് അമാനി. അപ്പൊ അള്ളാഹു പറയാണ് ഇതൊരു യാഥാർത്ഥ്യമല്ല, ഇത് അവരുടെ വെറും വ്യാമോഹം മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, കുൽ നീ പറയുക, ഹാത്തു ബുർഹാനക്കും നിങ്ങൾ നിങ്ങളുടെ തെളിവുകൾ കൊണ്ടുപോവാ. ഹാത്തു എന്ന് പറയുന്നത് ആക്ച്വലി ഹായും ആത്തും തമ്മിൽ ഉള്ള ഒരു കോമ്പിനേഷൻ ആണ് ഹാത്തു. പൊതുവെ ഹാ എന്നുള്ള വാക്ക് അറബിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ ആരെങ്കിലും അലേർട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹാ. ഹാദ, ഹ ഉലായി, അതിലൊക്കെ നമുക്ക് ഹ കാണാം. അതുപോലെ അയ്യു ഹ, യാ അയ്യു ഹ. ഇപ്പൊ ആരെങ്കിലും ഒന്ന് അലേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് തോണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ച് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഹ. അപ്പം ഹ പ്ലസ് ആത്തു. ആത്തു എന്ന് പറഞ്ഞാൽ ഹംസ തായ കൊണ്ടുവരാം. ഓക്കെ, വരിക കൊണ്ടുവരാം. അപ്പൊ ഹാത്തു നിങ്ങൾ കൊണ്ടുവരൂ, ബുർഹാനക്കും നിങ്ങളുടെ തെളിവുകൾ. ബുർഹാന ഞാൻ പറഞ്ഞു, ബുർഹാൻ ബ റോ ഹ അല്ലെങ്കിൽ ബ റോ ഹ നൂൻ. ഓക്കെ, ഇങ്ങനെ 2 രീതിയിലുള്ള റൂട്ടുകളും ഇതിന് വരാം, 3 ലെറ്റർ അല്ലെങ്കിൽ 4 ലെറ്റർ റൂട്ട്സ്. അപ്പം ബുർഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെളിവ്, അതും എന്ത് തരത്തിലുള്ള തെളിവാണ്, അത് ഫൈനൽ ആയിട്ടുള്ള, അപ്പൊ എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ്, ഒരു വാദം നടക്കുമ്പം അതിനെ പ്രൂവ് ചെയ്യാനുള്ള ഫൈനൽ ആയിട്ടുള്ള തെളിവാണ് ബുർഹാൻ. ഓക്കെ, ആ ഒരു തെളിവ് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ വാദം ഒരിക്കലും തോറ്റു പോവില്ല, അത് ജയിക്കും. അപ്പം ആ രീതിയിലുള്ള തെളിവാണ് ബുർഹാൻ. അപ്പം കുൽ ഹാത്തു ബുർഹാനക്കും നിങ്ങൾ നിങ്ങളുടെ തെളിവുകൾ കൊണ്ടുവരാം. നിങ്ങൾ പറഞ്ഞില്ലേ ക്രിസ്ത്യാനിയോ ജൂതനോ അല്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് അല്ലാത്തവരൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് പറഞ്ഞു. എന്താണ് നിങ്ങളുടെ തെളിവ്? ഇൻകുന്തും സ്വാദിഖീൻ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ. അപ്പൊ സ്വാദിഖീൻ എന്ന് പറയുന്നത് സ്വാദിഖിന്റെ പ്ലൂരല്. അപ്പം നമുക്കറിയാം അല്ലെ, മതത്തിന്റെ കാര്യം വരുമ്പം മിക്കവാറും ആളുകൾക്ക് തെറ്റായ വിശ്വാസങ്ങളാണ് ഉള്ളത്. ഇപ്പം നമ്മളൊക്കെ ഒരുപാട് കേൾക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പം കർമ്മപരമായ കാര്യത്തിൽ വരുമ്പോൾ അള്ളാഹിന്റെ പേര്, ഏതെങ്കിലുമൊക്കെ പേര് 7 ലക്ഷം പറഞ്ഞു കഴിഞ്ഞാൽ പ്രാവശ്യം ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത് കിട്ടും. യാ ഖദീർന്ന് 50,000 പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത് കിട്ടും അല്ലെ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് അല്ലെ. ഇന്നത് ചെയ്താൽ അത് കിട്ടും, അത് ചെയ്താൽ ഇത് കിട്ടും. എന്താണ് തെളിവ്? ഒന്നുമില്ല അല്ലേ. എപ്പോഴും ആളുകൾക്ക് പലപ്പോഴും ഇതുപോലെയുള്ള തെറ്റായ ധാരണകള്, തെറ്റായ വിശ്വാസങ്ങൾ, തെറ്റായ കർമ്മങ്ങള്, അമലുകള് അല്ലെ, ഒരു തെളിവും ഇല്ലാത്ത എന്തിന്റെ ബേസ് ചെയ്തിട്ടാ അവരിതൊക്കെ പറയുന്നത്? അമാനി, അവരുടെ വ്യാമോഹങ്ങളെ ബേസ് ചെയ്തിട്ടല്ലേ. ഒരു തെളിവും അവരുടെ കയ്യിൽ ഇല്ല. അപ്പം അവരുടെ അടുത്ത് പറയണ ഹാത്തു ബുർഹാനക്കും ഇൻകുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ തെളിവുകൾ കൊണ്ടുപോവാ. കാരണം മതത്തിന്റെ കാര്യത്തില് നമുക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റൂല, നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റൂല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, നിയമങ്ങള് നസ്ഖ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിയമങ്ങൾ ആരുടേതാണ്?
അള്ളാഹുവിൻ്റെതാണ് അല്ലെ. ശരീഅത്ത് ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിക്കുന്നു, അള്ളാഹു കൽപ്പിക്കുന്നു, അള്ളാഹു വിരോധിക്കുന്നു. അല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ഒന്നും കൊണ്ടുവരാനുള്ള വകുപ്പില്ല. ഈവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴി വന്ന എല്ലാ സുന്നത്തുകളും എല്ലാ ഹദീസുകളും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് വഹ്യികളാണ് അല്ലെ. അപ്പൊ നമ്മള് ആരുമല്ല, ഒന്നുമല്ല ഇത്തരം കാര്യങ്ങളിൽ ഇന്റർഫിയർ ചെയ്യാനും സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരാനും സ്വന്തമായിട്ട് ഒരു കാര്യവും പറയാനോ. അപ്പൊ അവര് പറയാണ് സ്വർഗത്തിൽ പ്രവേശിക്കൂല ആരല്ലാണ്ട്, ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ജൂതനോ അല്ലാതെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് അവരോട് തെളിവ് കൊണ്ടുവരാൻ പറയും. ഇങ്ങനെ ദീനിലുള്ള കാര്യങ്ങൾ അങ്ങനെ വെറുതെ പറഞ്ഞു പോകാൻ പറ്റുമൊന്നുമില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്, അതൊക്കെ ഞാൻ തീരുമാനിക്കുന്നു. എന്നാൽ അവരോട് പറഞ്ഞതിന് തെളിവ് കൊണ്ടുവരാൻ പറയേ. സുബ്ഹാനല്ലാഹ്, അവര് സത്യസന്ധരാണെങ്കിൽ. അപ്പം അവര് പറഞ്ഞു ഇന്ന ആൾക്കാർ സ്വർഗത്ത് പ്രവേശിക്കൂല എന്നല്ലേ. അപ്പൊ ശരിക്കും ആരാ പ്രവേശിക്കുക? അത് അടുത്ത ആയത്തിലുണ്ട്. നമുക്ക് 112ാമത്തെ ആയത്ത് നോക്കാം. ബല മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനും ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നാൽ കാര്യം അങ്ങനെയല്ല. ബല അല്ലെ, മൻ അസ്ലമ, ഏതൊരാൾ സൽക്കർമ്മകാരിയായിക്കൊണ്ട് അള്ളാഹുവിന് ആത്മസമർപ്പണം ചെയ്തുവോ അവന് തന്റെ രക്ഷിതാവിങ്കിൽ അതിന്റെ പ്രതിഫലം ഉണ്ടായിരിക്കുന്നതാണ്. അത്തരക്കാർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. സുബ്ഹാനല്ലാഹ്. വാക്കർത്ഥം ബല അല്ല, അങ്ങനെയല്ല. മൻ യാതൊരുവർ, അസ്ലമ സീൻ ലാം മീം കീഴ്പ്പെടുത്തി, വജ്ഹഹു വജ്ഹ് മുഖം, വജ്ഹഹു അവന്റെ മുഖം, ലില്ലാഹി അള്ളാഹുവിന്, വഹുവ അവൻ ആയിക്കൊണ്ട്, മുഹ്സിനുൻ നന്മ പ്രവർത്തിക്കുന്നവൻ, ഹ സീൻ നോൻ, ഫലഹു അപ്പോൾ അവനുണ്ട്, അജ്റുഹു അള്ളാഹു അവന്റെ പ്രതിഫലം, ഇന്ദ റബ്ബിഹി അവന്റെ റബ്ബിന്റെ അടുക്കൽ, വലാ ഖൗഫുൻ അവന് യാതൊരു ഭയവുമില്ല, അലൈഹിം വലാ ഖൗഫുൻ യാതൊരു ഭയവുമില്ല, അലൈഹിം അവർക്ക്, വലാഹും അവരല്ലതാനും, യഹ്സനൂൻ വിഷമിക്കുന്നവർ വ്യസനിക്കുന്നവർ അല്ലതാനും. തഫ്സീർ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് ബല അല്ല, അതാ കാര്യം അങ്ങനെയൊന്നും അല്ല, അവർ പറയുന്ന പോലെയൊന്നും അല്ല അല്ലെ. അവർ പറഞ്ഞു അവര് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആൾക്കാർ. അള്ളാഹ് ചോദിക്കാണ് എന്താ തെളിവുണ്ടോ അല്ലെ. അപ്പൊ അള്ളാഹ് പറയാണ് ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കാന്ന് അല്ലെ. മൻ അസ്ലമ വജ്ഹഹു, ഏതൊരുവൻ അവന്റെ വജ്ഹിന് അവന്റെ ഫേസിന് അവന്റെ മുഖത്തെ, അസ്ലം സീൻ ലാം മീം അല്ലെ, ഇസ്ലാം മുസ്ലിം. എന്താണ് ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുന്നത്? കീഴൊതുങ്ങുന്നവൻ അല്ലെ. ഒരു ഒട്ടകം എന്ന് പറയുന്നത് അതിന്റെ മാസ്റ്ററിനോട് കംപ്ലീറ്റ് കീഴൊതുങ്ങിയ ഒട്ടകമായിരിക്കുകയാണെങ്കിൽ, അതായത് എന്താണോ പറയുന്നത്, ഒട്ടകം എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയൊരു മൃഗമാണ് അല്ലെ. അത്രയും വലിയൊരു മൃഗമാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ പോലും അതിന്റെ മാസ്റ്റർ അതിന്റെ എന്താണ് അതിന്റെ പേടിപ്പിച്ചുകൊണ്ട് അതിനൊരു മാസ്റ്റർ ഉണ്ടാവും. ഒരു വടിയും ചെറിയൊരു വടിയും പിടിച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ കയറും പിടിച്ചിട്ടില്ലേ. ആ മാസ്റ്റർ എന്താണോ പറയുന്നത്, ഇങ്ങോട്ട് പോകുന്ന പറഞ്ഞാൽ ഇങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകുന്ന പറഞ്ഞാൽ അങ്ങോട്ട് പോകും. സുബ്ഹാനല്ലാഹ് അല്ലെ. അതിന് വലിയ ചാട്ടവാറൊന്നും ഉപയോഗിക്കുന്നില്ല. ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കയറും ഒരു ചെറിയ ഒരു മനുഷ്യനുമാണ് സുബ്ഹാനല്ലാഹ് ഒട്ടകത്തിന് കൊണ്ട് നടക്കുന്നത് അല്ലെ. അപ്പം അയാൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങോട്ടോ അങ്ങോട്ട്, അങ്ങോട്ടോ അങ്ങോട്ടോ, ആ ഒട്ടകം ഒരിക്കലും അതിനെ എതിർക്കൂല. അതെന്താണ്? ഒരു നല്ല ഒട്ടകത്തിന്റെ ലക്ഷണമാണ് അല്ലെ. പക്ഷെ അയാൾ പറയുന്നത് എതിർക്കുകയും അയാളുമായിട്ട് ഒട്ടകത്തിന്റെ നോക്കുന്ന ആളുമായിട്ട് എതിർക്കുകയും ഇടയും പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു മോശം ഒട്ടകമാണ് അല്ലെ. അപ്പം ആരാണ് ശരിക്കും ഒരു മുസ്ലിം? വലിയ ചാട്ടവാറും കയറും ഒന്നും ഇല്ല, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതിന് കംപ്ലീറ്റ് കീഴൊതുങ്ങുന്നവനാണ് ഒരു മുസ്ലിം അല്ലെ. കംപ്ലീറ്റ് അള്ളാഹ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ റെഡി, അള്ളാഹ് എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യൂല. അപ്പൊ എന്താണ് അവൻ സബ്മിറ്റ് ചെയ്യുന്നത്? വജ്ഹഹു, വാവ് ജീം ഹ, വജ്ഹ് എന്ന് വെച്ചാൽ ഫേസ് അല്ലെ. അപ്പം അവൻ അവന്റെ മുഖം കംപ്ലീറ്റ് ആയിട്ട് റബ്ബിന് സബ്മിറ്റ് ചെയ്യാണ്, കീഴൊതുങ്ങാണ്. എങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മുഖം അള്ളാഹ്ക്ക് കീഴൊതുക്കുന്നത് അല്ലെ. നമ്മൾ ആരുടെയെങ്കിലും മുമ്പിൽ നമ്മളുടെ മുഖം അല്ലെങ്കിൽ നമ്മൾ തല താഴ്ത്തുക അല്ലെങ്കിൽ കുനിച്ച് നിലത്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അയാൾക്ക് കീഴൊതുങ്ങി കൊടുക്കലാണ് അല്ലെ. ഏതൊരാളുടെ മുമ്പിൽ നമ്മൾ അത്തരത്തിൽ കുനിയാന്ന് പറയുമ്പോൾ, അപ്പം അള്ളാഹിന്റെ മുമ്പിൽ കംപ്ലീറ്റ് മുഖം അസ്ലം അല്ലെങ്കിൽ കീഴൊതുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള അനുസരണ. അള്ളാഹ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ എതിർക്കാനുള്ള ഒരു അണുമണി തൂക്കം
കിബ്റ് പോലും ഇല്ലാണ്ട് റബ്ബ് പറഞ്ഞതാണ് ഞാൻ റെഡിയാണ്. എന്റെ കഴിവുകേട് കൊണ്ട് ചിലപ്പം എനിക്ക് ചിലത് പറ്റാത്തതുണ്ടാവും, അതിന് റബ്ബിന്റെ സഹായം തേടിയിട്ട് എന്താണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലേ, നിന്റെ അബ്ദാണ് ഞാൻ, നീ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കും നിന്റെ സഹായത്തോടു കൂടി. അപ്പൊ റബ്ബ് പറഞ്ഞതിനെ ഒരു അണുമണി തൂക്കം പോലും അനുസരണക്കേട് കാണിക്കാതെ ഒബീഡിയന്റ് ആയിരിക്കുന്നതാണ് എന്ത് അസ്ലമ വജ്ഹഹു എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ഹ്യൂമിലിറ്റി, വിനയം അങ്ങേയറ്റം. പക്ഷെ നമ്മൾ പൊതുവേ കാണുന്നത് ഞാൻ അള്ളാഹ്ക്ക് കീഴൊതുങ്ങിയതാണ്, അല്ലേ, സുബ്ഹാനല്ലാഹ്, ഭർത്താവിൽ ഭയങ്കര കീഴൊതുക്കായിരിക്കും, പക്ഷേ എന്താണ് അവന്റെ ഹൃദയം ശരിക്കും കീഴൊതുങ്ങിയിട്ടുണ്ടല്ലോ. നമുക്ക് ശരിക്കും ഒരു വ്യക്തിനെ കണ്ടു കഴിഞ്ഞാൽ അയാൾ കംപ്ലീറ്റ് കീഴൊതുങ്ങിയതാണെന്നൊന്നും പറയാൻ പറ്റില്ല. അവന്റെ ഹൃദയത്തിനുള്ളിലുള്ളതിനാണ് എന്താണ് കീഴൊതുക്കം, അല്ലെ, അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. അവന്റെ ഹൃദയത്തിൽ ചെറിയൊരു അഹങ്കാരം വെച്ചിട്ട് അവൻ ചില കാര്യങ്ങൾ ചെയ്യുക. അപ്പം എന്തെങ്കിലും ഒരു കർമ്മം ഉപയോഗിച്ച് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആക്ഷൻ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ വിലയിരുത്തുക. അയാൾ ചിലപ്പം ഹൃദയത്തിനകത്ത് അതിനുവേണ്ടി അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ആളായിരിക്കും, ദുആ ചെയ്യുന്ന ആളായിരിക്കും, ശ്രമിച്ചിട്ട് ഫെയിൽ ആവുന്ന ആളായിരിക്കും, അതിന്റെ പേരിൽ ഹൃദയം നുറുങ്ങി അള്ളാഹിന്റെ അടുത്ത് പൊട്ടിക്കരയുന്ന ആളായിരിക്കും. നമുക്ക് അറിയാൻ പറ്റില്ല, അല്ലെ. പക്ഷെ എന്താണ് ഹൃദയത്തിനകത്ത് അള്ളാഹുവിനോട് അഹങ്കാരം, കിബ്റ് കാണിക്കുന്നവർ എന്താണ് അള്ളാഹുവിന് കീഴൊതുങ്ങിയവരല്ല. നമ്മൾ നാവുകൊണ്ട് ഞാൻ ഭയങ്കര കീഴൊതുങ്ങി എന്ന് പറയുന്നതിൽ വലിയ കഥയൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മുടെ വജ്ഹിനെ കുറിച്ച്, ഫേസിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കാം. അതിന്റെ ബാക്കിൽ, അല്ലെ, എവിടെന്നാ തുടങ്ങുന്നത്? നമ്മളെ നെറ്റിയുടെ നേരെ പുറകിലായിട്ട് എന്താണുള്ളത്? നമ്മുടെ ബ്രെയിൻ, അല്ലേ, നമ്മുടെ മുഖത്തുള്ളതാണ്, മുഖത്തിന്റെ പാട്ടാണ് അതല്ലേ. നമ്മൾ ബ്രെയിൻ ഉപയോഗിച്ചാണ് നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ണ് ഉപയോഗിച്ച് നമ്മൾ കാണുന്നു. താഴോട്ട് വന്ന വായ്, നാവ് ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കുന്നു. സൈഡില് ചെവികൾ ഉപയോഗിച്ച് കേൾക്കുന്നു, അല്ലെ. നമ്മുടെ ഹൃദയത്തിലുള്ളത് ഹൃദയത്തിലേക്ക് കൊടുക്കുന്നതും ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന, അതായത് ചെവി ഉപയോഗിച്ച് കേൾക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും ഒക്കെ എവിടത്തേക്കാണ്? ഹൃദയത്തിലേക്ക് പോണു, ഹൃദയത്തിൽ നിന്ന് വരുന്നു. അപ്പം അള്ളാഹുവിനെ കംപ്ലീറ്റ് ആയിട്ട് അസ്ലമ വജ്ഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ ഫേസ് കംപ്ലീറ്റ് അള്ളാഹ്ക്ക് കീഴൊതുങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ അർത്ഥം? അവൻ തിങ്ക് ചെയ്യുന്നത്, അല്ലെ, അവൻ ഡിസൈഡ് ചെയ്യുന്നതൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണ്. അവൻ കാണുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണ്. അവൻ കേൾക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണ്. അവൻ പറയുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണ്. അവൻ ചിന്തിക്കുന്നത്, അവൻ മനസ്സിലാക്കുന്നത്, അവൻ പ്രവർത്തിക്കുന്നത്. കാരണം ബ്രെയിനാണ് ബോഡിയിലുള്ള മറ്റ് അവയവങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്, അല്ലെ. ഹൃദയം പെർസീവ് ചെയ്യും, അല്ല, കേൾക്കുന്നതും കാണുന്നതും ഒക്കെ ഹൃദയം പ്രോസസ് ചെയ്യും, ബ്രെയിനാണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. അപ്പം മുഖം കീഴൊതുങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കംപ്ലീറ്റ് അള്ളാന്റെ അല്ലെങ്കിൽ അള്ളാഹ് പറയുന്നത്, അള്ളാന്റെ ഇൻസ്ട്രക്ഷന് കംപ്ലീറ്റ് കീഴൊതുങ്ങലാണ്. മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, അള്ളാഹ്ക്ക് കീഴൊതുങ്ങിയവൻ, അവന്റെ സ്വയം കംപ്ലീറ്റ്, അല്ലേ. കാരണം ഈ പാർട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കീഴൊതുങ്ങിയതിന് തുല്യമാണ്. മുഖം കംപ്ലീറ്റ് ആയിട്ട് കീഴൊതുങ്ങി കഴിഞ്ഞാൽ എല്ലാം കീഴൊതുങ്ങിയതിന് തുല്യമാണ്. അവൻ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും കേൾക്കൂല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും പറയൂല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും കാണൂല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും പ്രോസസ് ചെയ്യൂല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാൻ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കൂല. സുബ്ഹാനല്ലാഹ്. അപ്പൊ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ, ഒരു ക്വാളിറ്റിയും കൂടെ പറഞ്ഞിട്ടുണ്ട്, മുഹ്സിൻ. മുഹ്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറുതെ ചെയ്യാന്നുള്ളതല്ല, അവന്റെ ആക്ഷൻസ് എന്താക്കുന്നു? ഹസനാക്കുന്നുണ്ട്, അല്ലെ, ബ്യൂട്ടിഫുൾ ആക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അവന്റെ ആക്ഷൻസ് ഒന്നും കൂടെ ഭംഗിയുള്ളതാക്കുന്നുണ്ട്. അവൻ മുഹ്സിനും കൂടെയാണ്, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹ്ക്ക് കംപ്ലീറ്റ് കീഴൊതുങ്ങുന്ന, അള്ളാഹ് പറഞ്ഞതിനനുസരിച്ച് അതേപോലെ ചെയ്യുന്ന, അള്ളാഹ് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുന്ന, അതിന്റെ പുറമെ അവൻ ചെയ്യുന്ന ആക്ഷൻസിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്ന, അല്ലെ. എന്തൊരു കാര്യം നമുക്ക് പല ലെവലുകളിൽ ചെയ്യാൻ വേണ്ടി ചെയ്യാം, ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യാം, എന്നാൽ നമുക്ക് അതിനെ നല്ല ഭംഗിയായിട്ട് ചെയ്യാം, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെയുള്ള ആൾക്ക് മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ, അങ്ങനെയുള്ള ആൾക്ക് എന്താണ്? ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹ്, അവന്റെ പ്രതിഫലം, അല്ലെ, അജ്റുഹു, അവന്റെ പ്രതിഫലം ഉണ്ട് എവിടെ? ഇൻദ റബ്ബി, അവന്റെ റബ്ബിന്റെ അടുത്ത്. ആ ഒരു പ്രതിഫലം എന്താ റബ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതിഫലത്തിന്റെ പ്രത്യേകത എന്താണ്? അത് അദീമാണ്, അല്ലെ. ആ പ്രതിഫലം അദീമാണ്, പ്ലസ് അത് ഗ്യാരണ്ടീഡ് ആണ്, ഒരു സംശയവും ഇല്ലാത്ത പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അത്തരത്തിലുള്ള ആളുകൾക്ക് യാതൊരു ഭയവും ഇല്ല, യാതൊന്നിനെ കുറിച്ചും വിഷമിക്കേണ്ട കാര്യമില്ല, ഭാവിയെ കുറിച്ചുള്ള ഭയമില്ല, കഴിഞ്ഞതിനെ കുറിച്ചുള്ള വിഷമമില്ല, അല്ലേ. ഇവരാണ് ആര്? സ്വർഗത്തിൽ പോണ ആൾക്കാർ, അല്ലേ. അപ്പൊ മറ്റുള്ളവരെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണോ
അതോ സ്വന്തം കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണോ? സ്വന്തമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണോ? അപ്പം ആരാണ് സ്വർഗത്ത് പോവാന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വൃത്തിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? മറ്റുള്ളവരുടെ ഫാൾട്ടുകൾ അന്വേഷിക്കുന്നവരാണോ അതോ സ്വന്തം ഫാൾട്ടുകൾ അന്വേഷിക്കുന്നവരാണോ? അപ്പൊ നമ്മളെപ്പോഴും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പൊ മറ്റുള്ളവർ നമ്മളെ തിരുത്തണ്ടേ എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ വരും. യെസ്, മറ്റുള്ളവരെ തിരുത്തുന്നത് പോലും എന്താണ്, നമ്മൾ സ്വയം ബെറ്റർ ആവുന്നതിന്റെ ഭാഗമാണ്. അതായത് നമ്മൾക്കൊരു ഡ്യൂട്ടി ഉണ്ട് അല്ലേ, പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ആ പറഞ്ഞു കൊടുക്കുന്ന ഡ്യൂട്ടി നമ്മൾ ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് ശരിക്കും അവിടെ നമ്മൾ നമ്മളോട് തന്നെ എന്താണ്, നീ നന്നാവുമെന്ന് പറയലാണ്. നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലെവലും കൂടെ നിർബന്ധമായി നമ്മൾ നന്നാവാന്നുള്ളത്. അല്ലാതെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അവനെ മാറ്റുക എന്നുള്ള ഡ്യൂട്ടിന്റെ മേലല്ല. അവനെ മാറ്റല് റബ്ബാണ്. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കണം. ശരി മാത്രമേ പറഞ്ഞു കൊടുക്കാവുള്ളൂ, ശരി പറഞ്ഞു കൊടുക്കുകയും വേണം. അത് ഓരോ സിറ്റുവേഷനിലും ഓരോ സമയത്ത് സാഹചര്യത്തിന്റെ ഹിക്മത്തിനനുസരിച്ച്, ഓരോ ആൾക്കാരുടെ ഹിക്മത്തിനനുസരിച്ച്, അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച്, അവരുടെ ഫീലിങ്സ് അനുസരിച്ച് നമ്മൾ ഒരേ കാര്യം, ശരിയായ കാര്യം പല ടോണിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. പക്ഷേ നമ്മളെ കോൺസെപ്റ്റ് തെറ്റുകൾ ആരുടേതാ നമ്മൾ നോക്കേണ്ടത്? നമ്മളെ തന്നെ. ഇംപ്രൂവ് ചെയ്യേണ്ടത് ആരെയാണ്? നമ്മളെ തന്നെ. കാരണം അവരെ ഇംപ്രൂവ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അതാരാണെങ്കിലും നമ്മളെ മക്കളായിക്കോട്ടെ, നമ്മളെ ഭർത്താക്കന്മാരായിക്കോട്ടെ, നമ്മളെ കുടുംബക്കാരായിക്കോട്ടെ, പുറത്തുള്ളവരായിക്കോട്ടെ, ആരാണെങ്കിലും. ഓക്കെ. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? നമ്മളുടെ ഫോൾട്ടുകൾ തപ്പിപ്പിടിക്കുക. അള്ളാന്റെ അടുത്ത് നമുക്ക് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാം കേട്ടോ, വിഷമങ്ങൾ പറയാം. കാരണം അള്ളാന്റെ അടുത്ത് നമുക്ക് എന്തും പറയാം. അറ്റ് ദ സെയിം ടൈം നമ്മൾ ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കുറ്റം തന്നെ റബ്ബിന്റെ അടുത്ത് ഇഷ്ടം പോലെ പറയാൻ ഉണ്ടാവും. ഞാൻ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം നേരത്തെ പറഞ്ഞത്, അതായത് റബ്ബേ എന്റെ ഹൃദയം ഒരു വഴിക്കാണ്, എന്റെ കയ്യും കാലും വേറൊരു വഴിക്കാണ് ഇബാദത്തെടുക്കുന്ന. അവർ രണ്ടുപേരും തമ്മിൽ യാതൊരു കോർഡിനേഷനും ഇല്ല. റബ്ബെ എന്ത് മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ് റബ്ബെ ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, ശരിക്കും അല്ലേ, എന്തൊരു മോശപ്പെട്ട അവസ്ഥയില്ല. ഈ ഒരു കുറ്റം തന്നെ നമുക്ക് തിരുത്താനില്ലേ? അത് തിരുത്തി കഴിഞ്ഞാൽ തന്നെ അല്ലേ നമ്മുടെ എല്ലാം സെറ്റായി. ഹലാലല്ലേ, എപ്പൊ തിരുത്താനല്ലേ? എത്രമാത്രം വർക്ക് ചെയ്യണം നമ്മൾ അതിന് വേണ്ടിയിട്ട്, എത്രമാത്രം നമ്മൾ ശ്രമിക്കണം. ഒരു ടീച്ചറും അല്ലേ, ഒരു ബുക്കും നമ്മൾ എന്ത് പഠിപ്പിച്ചിട്ടും കാര്യമില്ല, അതിന് നമ്മൾ ശ്രമിക്കന്നെ വേണം. ക്ഷമയോടുകൂടി നമ്മൾ ട്രൈ ചെയ്യുക. വീണ് പോകുമ്പോൾ വീണ്ടും റബ്ബിന്റെ അടുത്ത് ചോദിക്കുക, വീണ്ടും ട്രൈ ചെയ്യുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ നമ്മളുടെ കുറ്റങ്ങളിലേക്ക് എന്നാ നോക്കുക, അല്ലാതെ മറ്റുള്ളവരെ പറഞ്ഞ് അടിച്ച് തിരുത്തി നന്നാക്കി കളയാന്ന് വിചാരിക്കുന്നത് വെറുതെ വേസ്റ്റ് ഓഫ് ടൈമാണ്. പകരം നമ്മളുടെ പ്രതിഫലത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉറപ്പായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ശരിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. അത് അവർ ദീനിൽ നിന്ന് ഓടിക്കളയുന്ന രീതിയിൽ വെറുപ്പിച്ചിട്ടായിരിക്കരുത് ഹിക്മത്ത് ഉപയോഗിക്കുക. ഹിക്മത്തിന് വേണ്ടി എപ്പോഴും റബ്ബിന്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ സ്വയം തിരുത്തുന്നവർക്കാണ് അള്ളാഹു എന്താ വെച്ചിട്ടുള്ളത്? ആ ഒരു പ്രതിഫലം അല്ലെ, അജറ. ആരവന്റെ കണ്ണുകളെ സൂക്ഷിക്കുന്നു, ആരവന്റെ ചെവികളെ സൂക്ഷിക്കുന്നു, ആരവന്റെ ഹൃദയങ്ങളെയും ചിന്തകളെയും സൂക്ഷിക്കുന്നു, അവന്റെ നാവിനെ സൂക്ഷിക്കുന്നു, ആര് അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിക്കുന്നു, അതിൻ്റെയൊക്കെ പുറമെ ആര് ഇഹ്സാൻ ചെയ്യുന്നു, അവനാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. അവനാണ് ഫലഹു അജ്റുഹു ഇൻദ റബ്ബി എന്ന് പറഞ്ഞിട്ടുള്ളത്. അവന്റെ കാര്യമാണ് വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനേക്കാളും വലുത് എന്താ നമുക്ക് കിട്ടാനുള്ളത് അല്ലേ? സുബ്ഹാനല്ലാഹ്, നമുക്ക് അത് പോരെ? അതല്ല നമുക്ക് വേണ്ടത്. നമ്മൾ എന്തിലാ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഓരോരുത്തരും എന്തിലാ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതാണ് നമ്മൾ ലിസൺ ചെയ്യുന്നത്, കേൾക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അള്ളാഹ്ക്ക് ഇല്ലാത്തത് മാത്രമാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നുള്ളതെന്നുണ്ടെങ്കിൽ, കുറ്റബോധം മാത്രമല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ അല്ലെ? ഉറപ്പായിട്ടും ഇഹത്തിലും പരത്തിലും. സുബ്ഹാനല്ലാഹ്, പലപ്പോഴും നമുക്കൊക്കെ എക്സ്പീരിയൻസ് ഉള്ള കാര്യം അല്ലെ? പലപ്പോഴും ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യം. നമ്മൾ പലരിടത്തും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് എന്താണ് ആർഗ്യൂ ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഭയങ്കര മോശപ്പെട്ട രീതിയിൽ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടാവും. ചിലപ്പം ആ പറയുന്ന സമയത്ത് ഭയങ്കര ഓ ഞാൻ സംഭവാട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവര് ലോക്കായി പോയി, ഞാനും നിങ്ങളും അല്ലെ? പലപ്പോഴും നമുക്ക് ഭയങ്കര അഭിമാനമായിരിക്കും ആ സമയത്ത്. പക്ഷേ കുറച്ച് കഴിയുമ്പം ആലോചിക്കുമ്പം നമ്മൾ ഇഖ്ലാസ് ഉള്ളവരാണെങ്കിൽ റബ്ബിന്റെ മുമ്പ് ചെല്ലുമ്പോൾ നമുക്ക് കുറ്റബോധം, വിഷമം അല്ലെ? കുറ്റബോധം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊക്കെ, ഈ ഭയത്തിൽ നിന്ന്, ഈ കുറ്റബോധത്തിൽ നിന്നൊക്കെ ഫ്രീ ആവണമെങ്കിൽ നമ്മൾ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നുള്ള ആളുകളായി മാറണമെങ്കിൽ നമ്മൾ എന്താവണം? മൻ അസ്ലമ വജഹ
അവന്റെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് റബ്ബിന് കീഴൊതുക്കിയവനായിരിക്കണം. ഫേസ് കീഴൊതുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ ബ്രെയിന് റബ്ബിന് കീഴൊതുങ്ങി, അവന്റെ കണ്ണ് റബ്ബിന് കീഴൊതുങ്ങി, അവന്റെ ചെവി റബ്ബിന് കീഴൊതുങ്ങി, അവന്റെ നാവ് റബ്ബിന് കീഴൊതുങ്ങി. ഇതുവഴിയൊക്കെ ഹൃദയത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഹൃദയം കീഴൊതുങ്ങി. ബ്രെയിനാണ് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്, ഹൃദയമാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ മൊത്തത്തില് കീഴൊതുങ്ങി, മൊത്തമായിട്ട്. അല്ലാതെ പാർഷ്യലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം വൃത്തിക്ക് ചെയ്യുക അല്ലെ. നമുക്ക് ഈസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബുഫേ പോലെയാ. സുബ്ഹാനല്ലാഹ്, അങ്ങനെയല്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹ്ക്ക് കംപ്ലീറ്റ് കീഴൊതുങ്ങുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളുടെ കുടുംബങ്ങളെയും നമ്മളുടെ മക്കളെയും നമ്മുടെ വരുന്ന തലമുറകളെയും. ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുസ്ലിമാണ്, ഇസ്ലാമാണ്, മുഹ്സിന എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും, നമ്മൾ പലതും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ട് കീഴൊതുങ്ങിയവരായിരുന്നില്ല. പൂർണ്ണമായിട്ട് പോയിട്ട് ഒരു 10% എന്ന് പറയാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയൂല. റബ്ബ് പുറത്ത് മാപ്പാക്കി തരട്ടെ. ഇനി അങ്ങോട്ട് ഫ്രഷ് ആയിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റട്ടെ. ആമീൻ. അപ്പം ഈ പറഞ്ഞ എല്ലാ ആയത്തുകളിലും നമ്മൾ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലെസൺ ഉണ്ട് അല്ലേ. നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ആളുകളുമായിട്ട് ഒരു എന്താ പറയാ ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത്, വെറുപ്പുകളുള്ള സമയത്ത്, ശത്രുതയുള്ള സമയത്ത്, ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അനീതി ഫേസ് ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ പീഡനം ഫേസ് ചെയ്യുന്ന കാര്യങ്ങളിൽ, മറ്റുള്ളവർ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ, നമ്മൾ ഒരു വിക്ടിമാണ് അല്ലെ, നമ്മൾ ഇരയാണ് എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ, മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കുന്നു എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹ് തരുന്ന പരിഹാരം എന്താണ്? റിഫോം യുവർ സെൽഫ്. നിങ്ങള് നന്നാവുക, നിങ്ങൾ സ്വയം ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. ആ ഒരു പരിഹാരമാണ് റബ്ബ് തരുന്നത്. സ്വയം. പക്ഷെ നമ്മൾ കുറേ വർഷങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ, ഞാനും നിങ്ങളും ഒരു പക്ഷെ അല്ലെ, കളഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാ? അവര് ശരിയായിട്ട് എന്റെ ജീവിതം ശരിയാവുമെന്ന് വിചാരിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ നമ്മളിലേക്ക് തന്നെ നമ്മളുടെ കണ്ണുകൾ തിരിക്കുക. നമ്മൾ എത്രത്തോളം മറ്റുള്ളവരിലേക്ക് നോക്കുന്നോ, എത്രത്തോളം അവരുടെ ഫോൾട്ടുകൾ എടുത്തെടുത്ത് പറയുന്നു, അത്രത്തോളം നമ്മൾ തന്നെയാണ് ഹേർട്ട് ആവുന്നത്. നമുക്ക് തന്നെ വിഷമം അല്ലേ. നമുക്ക് അങ്ങനെ പറഞ്ഞിടത്തോളം നമുക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. എത്രത്തോളം നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകളെ അക്കൗണ്ട് ചെയ്യാൻ, അവരെ തെറ്റുകൾ ഹിസാബ് ചെയ്യാൻ ശ്രമിക്കുന്നുവോ, അത്രത്തോളം വിഷമമുള്ള ആളുകളായിട്ട് മാറും. നമുക്ക് കൂടുതൽ കൂടുതൽ വിഷമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിലേക്ക് തന്നെ നോക്കുക, നമ്മളുടെ ആഖിറത്തിലേക്ക് എന്താക്കുക? സമ്പാദിച്ചു വെക്കുക. അള്ളാഹുവിന്റെ അജ്റ് പ്രിസേർവ് ചെയ്യുക അല്ലെ. അള്ളാഹുവിന്റെ അജ്റു മിൻ ഇൻദില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവിയാണത്. ഉറപ്പുള്ള കാര്യമാണത് അല്ലെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൃപ്തിയും സമാധാനവും സന്തോഷവും ഒക്കെ തരും. പക്ഷേ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് തന്നെ തിരിച്ചുമറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സന്തോഷം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. അവർക്കും സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കൊടുക്കുന്നില്ലല്ലോ അവർക്ക് സമാധാനം അല്ലെ. അപ്പം കോൺഫ്ലിക്റ്റ്, ഇഷ്യൂസ്, ഹാം, ഇൻജസ്റ്റിസ്, ഇതുപോലെയുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന, മറ്റുള്ളവർ നമ്മൾ ഉപദ്രവിക്കുന്നത്, നമുക്ക് സമാധാനം തരാത്തത്, അനീതി തരുന്നത്, നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നത്, അസൂയ, എല്ലാത്തിനുള്ള പരിഹാരം എന്താണ്? സെൽഫ് ഇംപ്രൂവ്മെന്റ്. നമ്മളെ നന്നാക്കിക്കൊണ്ടേയിരിക്കുക. നമ്മളെ നന്നാക്കിക്കൊണ്ടേയിരിക്കുക. കാരണം നമ്മളെ കണ്ണേ നമ്മളുടെ കൺട്രോളിലുള്ളൂ, നമ്മളുടെ ചെവി നമ്മളുടെ കൺട്രോളിലുള്ളൂ, നമ്മളുടെ ഹൃദയം നമ്മളുടെ കൺട്രോളിലുള്ളൂ. അവരുടേത് ഇല്ല. അപ്പൊ നമ്മൾ നമ്മളുടെ ഫോൾട്ടുകൾ നോക്കുക, എഴുതി വെക്കുക, തിരുത്തുക, എഴുതി വെക്കുക, തിരുത്തുക, മനസ്സിലാക്കുക. ചിലതൊന്നും നമുക്ക് അറിയില്ല നമ്മളുടെ ഫോൾട്ടുകൾ അല്ലേ. അപ്പൊ എന്താന്ന് മനസ്സിലാക്കിയിട്ട് ബിസി ആക്കുക. എന്തില്? നമ്മളെ ഇംപ്രൂവ് ചെയ്യുന്ന കാര്യത്തില്. പക്ഷെ ഇതിനർത്ഥം ഒരിക്കലും മറ്റുള്ളവര് നമ്മളടുത്ത് ചെയ്യുന്ന തിന്മകൾക്ക് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവർ അനീതിയാ ചെയ്യുന്നത് എന്ന് സമ്മതിക്കരുത് എന്നൊന്നും അല്ല. ശരിയാണ്, അവർ അനീതി ചെയ്യുന്നുണ്ട്. അവർ പലപ്പോഴും നമ്മളടുത്ത് ഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, പലപ്പോഴും അവർ നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ട്. ആ സിറ്റുവേഷനിൽ നമുക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ പറ്റും. കാരണം മദീനയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കൊണ്ട് നമുക്ക് എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലൊന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്രൂ ഔട്ട് ജീവിതം കൊണ്ട് നമുക്ക് എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ. മദീനയിൽ എത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ആദ്യം മുസ്ലിങ്ങൾ ബനൂ ഇസ്രായേലിനെതിരെ, അല്ലെങ്കിൽ ജൂതന്മാർക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ, മുശ്രിക്കുകൾക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ പറ്റൂലായിരുന്നു. ഒരു വഴിയില്ലായിരുന്നു അവർക്ക് അല്ലെ. പക്ഷേ ആ ഒരു സമയത്ത് അള്ളാഹു എന്താ അവരുടെ അടുത്ത് പറഞ്ഞത്? ഫഅഫു വസ്ഫഹു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ തൃപ്തി ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇബാദത്ത് നോക്കി ജീവിക്കുക. പക്ഷേ അവസാനം അവർക്കൊരു ചാൻസ് കിട്ടി.
അല്ലേ? അവർക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ, അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഒരു സമയം കിട്ടി. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പൊ അള്ളാഹ് വന്ന് നമ്മളോട് പറയുമോ നിങ്ങൾ ഫൈറ്റ് ചെയ്തു എന്ന്? ഒരിക്കലും അല്ല, അല്ലേ? പക്ഷേ നമുക്കറിയാം, നമുക്ക് ഇവിടെ പലർക്കും അറിയാം അല്ലെ, ജീവിതത്തിന്റെ ആദ്യത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ ക്ഷമ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറപ്പായിട്ടും തരും, ഉറപ്പായിട്ടും തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അനീതി കാണിക്കൂല അവന്റെ അടിമകളോട്. പ്രത്യേകിച്ച് അവന് വേണ്ടി ക്ഷമിച്ച, അവന് വേണ്ടി പ്രവർത്തിച്ച ഒരു അടിമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അനീതി കാണിക്കൂല. അള്ളാഹു അവസരം തരുക തന്നെ ചെയ്യും നമുക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട്, നമ്മളുടെ നീതിക്ക് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരം തരുക ചെയ്യും. ഓരോ ആളുകളുടെ സിറ്റുവേഷൻ വ്യത്യസ്തമായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുന്നത് വരെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫഅഫു വസ്ഫഹു, ക്ഷമിക്കുക, ഇഗ്നോർ ചെയ്യുക, എന്നിട്ട് വഅഖീമുസ് സ്വലാത്ത വഅതു സക്കാ, നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്തുകൊണ്ടിരിക്കുക. മറ്റുള്ളവരുടേത് പുറത്തു കൊടുക്കുക. ആ പേജ് അങ്ങ് മറിച്ച് കളയുക. പിന്നെയും തിരിച്ച് 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 പഴയ പേജിലേക്ക് പോവണ്ട. ഓക്കെ? അപ്പം നമ്മൾ എന്തൊരു ചാൻസും, ആര് നമ്മളെ ഉപദ്രവിക്കുമ്പോഴും ആ ഒരു ചാൻസ് സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുക. ഓക്കെ? ഒരിക്കലും നമ്മൾ തിയറി പഠിച്ചു എന്ന് വെച്ചിട്ട്, ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് ടീച്ചർ നല്ല വൃത്തിക്ക് തിയറി പഠിക്കുന്നു, എന്നാൽ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ പോയിട്ട് അത് ചെയ്യാതെ നമ്മൾ അതിനകത്ത് എക്സ്പേർട്ട് ആയി എന്ന് പറയാൻ പറ്റില്ല. കാരണം പ്രാക്ടിക്കൽ ക്ലാസ്സിൽ അത് ചെയ്യുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളും വരും. അപ്പൊ അതിനെ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാ, അതെങ്ങനെയാ കറക്റ്റ് ചെയ്യുന്നത് നമുക്ക് അറിയെങ്കിൽ മാത്രമേ നമ്മൾ ആ പ്രാക്ടിക്കലിൽ ജയിക്കുള്ളൂ. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ ക്ഷമയും അങ്ങനെ കണ്ട കാര്യങ്ങളും ഒക്കെ പഠിച്ചു വെച്ചിട്ട് നമ്മൾക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരാൾ ക്ഷമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുമ്പോൾ, നമ്മൾ ഒരാൾ ഉപദ്രവിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ അത് കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിലൊന്നും എക്സ്പേർട്ട് ആണെന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. ദീൻ എന്ന് പറയുന്നത് തിയറി അല്ല, ദീൻ എന്ന് പറയുന്നത് പ്രാക്ടിക്കലാണ്. തിയറി ജസ്റ്റ് ഒരു ഇൻപുട്ട് മാത്രമാണ്. ഓക്കെ? അപ്പം ഇതുപോലെയുള്ള എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും ഉപയോഗിക്കുക. നമുക്ക് പ്രതികൂലമായി നിൽക്കുന്ന ആളുകളെയൊക്കെ ഉപയോഗിക്കുക. നമ്മളെ എതിർക്കുന്നവരെ ഉപയോഗിക്കുക. നമുക്ക് വിഷമം ഉണ്ടാക്കുന്നവരെ ഉപയോഗിക്കുക. എന്തിനു വേണ്ടി? നമ്മളുടെ ആഖിറ ഉണ്ടാക്കാൻ വേണ്ടി. നമുക്ക് റബ്ബിന്റെ അടുത്ത് ഉറപ്പ് പറഞ്ഞിട്ടുള്ള പ്രതിഫലം നേടാൻ വേണ്ടി. അതിനി സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും, സ്വന്തം മക്കളുടെ അടുത്തുനിന്നാണെങ്കിൽ പോലും, സ്വന്തം ഇണകളുടെ അടുത്താണെങ്കിലും, മാതാപിതാക്കളുടെ അടുത്തുനിന്നാണെങ്കിലും, സഹോദരങ്ങളുടെ അടുത്തുനിന്നാണെങ്കിലും, സ്വന്തം കൗമിൽ നിന്നാണെങ്കിലും, സ്വന്തം അഹ്ലിൽ നിന്നാണെങ്കിലും, ഇനി പുറത്തുനിന്നാണെങ്കിലും, ഇതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പഠിച്ച തിയറി പ്രാക്ടിക്കൽ ആക്കുകയും ചെയ്യുക. അതുവഴി അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രതിഫലം നേടുകയും ചെയ്യുക. അങ്ങനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് പോകണം, അല്ലേ? നമ്മൾ ഈ ഒരേ അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്തടുത്ത ലെവലിലേക്ക് എത്താൻ പറ്റൂല. നമ്മൾ അടുത്തടുത്ത ലെവലിലേക്ക് എത്തുമ്പോഴേ നമുക്ക് നമ്മളുടെ എയിം എവിടെയാണ്? സുബ്ഹാനല്ലാഹ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബിമാരുടെ അവസ്ഥയിലേക്ക് എത്താന്നുള്ളതാ. അവര് ഫേസ് ചെയ്തത് എവിടെ കിടക്കുന്നു, നമ്മൾ ഫേസ് ചെയ്യുന്നത് എവിടെ കിടക്കുന്നു, അല്ലേ? നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സ്റ്റക്കായി നിൽക്കുമ്പോൾ എങ്ങനെയാ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുക? നമുക്ക് മേലോട്ട് കയറി പോണ്ടേ? ഓരോ സ്റ്റെപ്പും നമുക്ക് തരണം ചെയ്യണ്ടേ? നമ്മൾ പഠിച്ച ഓരോ തിയറി നമ്മൾ പ്രാക്ടിക്കലിൽ കൊണ്ടുവരണ്ടേ? അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കൽപ്പനകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, സ്വയം ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക, കോൺഫിഡന്റ് ആയിട്ട് അള്ളാഹിന്റെ സഹായം കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ ബെറ്ററായിട്ട് മുന്നോട്ട് പോവാം. ഇപ്പൊ നമ്മൾ ഈ ഒരു സമയത്തൊക്കെ അല്ലെ, നമ്മളൊക്കെ എന്താ പല പല പഠനങ്ങളിൽ കോൺസെൻട്രേറ്റഡ് ആണ്, അല്ലെ? ഇതേ സമയത്ത് നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും പലതും നടക്കുന്നുണ്ടാവും, അല്ലെ? നമുക്കെതിരെ പലരും പലതും ചെയ്യുന്നുണ്ടാവും, നമുക്കെതിരെ പലരും പലതും സംസാരിക്കുന്നുണ്ടാവും, അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ സന്തോഷം എവിടെയാണ്? ഇവിടെയാണ്, അല്ലെ? ഇത്തരം കാര്യങ്ങൾ പഠിക്കുക. ഇനി ഖുർആനാണെങ്കിലും ഒരു സൂറത്ത് പഠിക്കുക, അത് നമ്മുടെ നമസ്കാരത്തിൽ കോൺസെൻട്രേഷനോട് കൂടി ഓതുക. അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം, സമാധാനം, അല്ലെ? അവര് പറയുന്നതിന്റെ പിന്നാലെ പോയി കഴിയുമ്പം ഇത് കിട്ടുമോ? ഇല്ല. അവരവിടുന്ന് അങ്ങനെ അവർക്ക് ചെയ്യാനുള്ളത് ചെയ്തോട്ടെ. നമ്മൾ എല്ലാ സമയവും സെൽഫിഷ് ആയിട്ട് പ്രയോജനം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക. വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈർ, അല്ലേ? നിങ്ങൾ നിങ്ങളുടെ നഫ്സിന് വേണ്ടിയിട്ട് എന്ത് മുൻകൂട്ടി അയച്ചോ, തജിദൂഹു ഇൻദല്ലാഹ്, അത് നിങ്ങൾ അള്ളാന്റെ അടുത്ത് കാണും, നഷ്ടാവൂല. അത് അള്ളാഹ്ക്കാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത്. ഓക്കെ? അപ്പം അഖീമു സ്വലാത്ത വആതു സക്കാത്ത മാത്രമല്ല, അത് നിർബന്ധമുള്ള 2 കാര്യങ്ങൾ പറഞ്ഞതാണ്. ആ ലിസ്റ്റ് എൻഡ്ലെസ് ആണ്, അല്ലേ? നമ്മളെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് എൻഡ്ലെസ് ആണ്. കാരണം
ഇഷ്ടംപോലെ നമുക്കറിയാം നമുക്ക് എവിടെയൊക്കെ ഇമ്പ്രൂവ് ആവാനുണ്ടെന്നല്ലേ. സുബ്ഹാനല്ലാഹ്, എല്ലാ കാര്യത്തിലും നമുക്ക് ഇമ്പ്രൂവ് ആവാനുണ്ട്. ഏറ്റവും ബേസിക് നമ്മുടെ സംസാരത്തിൽ ഇമ്പ്രൂവ് ആവാനുണ്ട്, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളിൽ ഇമ്പ്രൂവ് ആവാനുണ്ട് അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഓരോ സമയവും ഓരോ നിമിഷങ്ങളും നമ്മളെ ബെറ്റർ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കിട്ടും, നമുക്ക് സന്തോഷം കിട്ടും. ആളുകൾ ആളുകളുടെ രീതിയിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്തോട്ടെ. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂല, ഒരു പക്ഷേ നമ്മുടെ പ്രവർത്തികൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഈ ചേഞ്ച്ഡ് മീ അല്ലേ, ഈ മാറിയ എനിക്ക് ചിലപ്പം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയേക്കാം. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓരോരുത്തരും വർഷങ്ങളായിട്ട് ക്ലാസ്സുകൾ കേട്ട് കേട്ട് പലതും ചെയ്തിട്ടും നമ്മൾ ഇതുവരെ മാറിയിട്ടില്ല, മാറാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ. അപ്പൊ നമ്മൾക്ക് മാറാൻ പറ്റാത്തത് മറ്റുള്ളവരെ നമ്മൾ ചീത്ത പറഞ്ഞ് അടിച്ചേൽപ്പിച്ച് മാറ്റാൻ പറ്റും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വിഡ്ഢിത്താണ്. യാഥാർത്ഥ്യം മനസ്സിലാക്കുക, നമ്മളില് ഫോക്കസ് ചെയ്യുക. നമ്മളിൽ ഈ ഒരു സെറ്റ് ആയത്തിൽ മൊത്തം നമ്മൾ പറഞ്ഞത് നമ്മളിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല നേരിട്ട് സത്യവിശ്വാസികളുടെ അടുത്ത് പറഞ്ഞതാ. ബനൂ ഇസ്രായേലിന്റെ അടുത്ത് നിന്ന് പറഞ്ഞതിന് നമ്മൾ ഉൾക്കൊണ്ട പാഠമൊന്നുമല്ല, അള്ളാഹു സത്യവിശ്വാസികളുടെ അടുത്ത് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും പല രീതിയിലുള്ള ചലഞ്ചസ് ഉണ്ടാവും ജീവിതത്തിൽ. നമ്മുടെ വീട്ടിനകത്ത് പല രീതിയിലുള്ള ചലഞ്ചസ് ഉണ്ടാവും, നമ്മൾ ചെയ്യുന്ന ജോലി സ്ഥലത്ത് ചലഞ്ചസ് ഉണ്ടാവും, ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടാവും, പഠിക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവും, ഈവൻ ദീനി പഠനം പഠിപ്പിക്കലും നടത്തുന്ന സ്ഥലങ്ങളിൽ പോലും നമുക്ക് പല ചലഞ്ചസ് ഉണ്ടാവും. എപ്പോഴും എല്ലാരെയും ഉപയോഗിച്ച്, എല്ലാവരും തരുന്ന നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉപയോഗിച്ച് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. എന്തല്ലേ, എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ കിട്ടിയല്ലോ ഹാൻഡിൽ ചെയ്യാൻ അല്ലേ, ഇവിടെ അള്ളാഹ് പഠിപ്പിച്ച ആ പാഠം, ആ ലെസൺ ഞാൻ ഉപയോഗിക്കട്ടെ, ആ പ്രാക്ടിക്കൽ ടിപ്പ് ഞാൻ എടുത്തിട്ട് ഇതിൽ ഞാൻ ജയിക്കട്ടെ. ഓക്കെ, അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് വേർഷൻ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ എയിം എന്ന് പറയുന്നത് ചില്ലറയൊന്നും അല്ല. അവിടേക്ക് എത്തണമെങ്കിൽ നമുക്കിനി ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുള്ള വർഷങ്ങൾ തികഞ്ഞെന്ന് വരില്ല. എന്നാലും നമ്മുടെ നീയത്തും നമ്മുടെ ശ്രമവും അള്ളാഹു സുബ്ഹാനഹു വതആല പാഴാക്കൂല അല്ലെ. അള്ളാഹുവിന്റെ അടുത്ത് അത് എന്തായാലും ഉണ്ടാവും. അള്ളാഹു വീണ്ടും വീണ്ടും ഈ ആയത്തുകളിലൊക്കെ അള്ളാഹ് വീണ്ടും 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 ഉറപ്പ് തരാണ്, നിങ്ങൾക്ക് ഞാൻ മിസ്സാക്കൂല, നിങ്ങൾക്ക് ഞാൻ മിസ്സാക്കൂല എന്നല്ലേ. അപ്പൊ നമ്മളുടെ വജ്ഹ് കംപ്ലീറ്റ് ആയിട്ട് അള്ളാഹ്ക്ക് എന്താണ് കീഴൊതുക്കി അള്ളാഹുവിന്റെ അടുത്തുള്ള ഉറപ്പുള്ള മഹത്തായ പ്രതിഫലത്തിന് വേണ്ടി നമ്മളെ തന്നെ മാറ്റി 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 വർക്ക് ചെയ്ത് സമാധാനത്തോടുകൂടി അടുത്ത ലെവലിലേക്ക് പോകുന്ന ആൾക്കാരായിട്ട് റബ്ബ് നമുക്ക് എല്ലാവർക്കും മാറാനുള്ള തൗഫീക്ക് തരട്ടെ. ആമീൻ. അതുപോലെ നമ്മളുടെ കുടുംബങ്ങൾക്കും നമ്മളുടെ മക്കൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഇണകൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുപോലെയുള്ള അള്ളാഹുവിന്റെ ഹിദായത്തിനുള്ള ഭാഗ്യം, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഭാഗ്യം, അത് നിലനിർത്താനുള്ള ഭാഗ്യം റബ്ബ് തൗഫീക്ക് കൊടുക്കട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.